ഈ ചർച്ചയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ സോണിയ അയ്യപ്പ. ഈ ചർച്ച ആരംഭിക്കുന്നതിന് ഡോക്ടർ സോണിയ അയ്യപ്പയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, മതേതരത്വത്തിൻ്റെ ഇന്ത്യൻ സന്ദർഭം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ഈ സെഷൻ നടക്കുന്നത്. അവിചാരിതമായാണ് ദാഭോൽക്കറുടെ രക്തസാക്ഷി ദിനത്തിൽ തന്നെ ഈ ഒരു ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനാധിപത്യം, മതേതരത്വം, സ്ഥിതി സമത്വം തുടങ്ങിയ ആശയങ്ങൾക്ക് വേണ്ടി എന്നും ശബ്ദിക്കുന്ന മനുഷ്യരെ രാജ്യദ്രോഹികളാക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. സിദ്ധാർത്ഥ് വരദരാജനെ പോലുള്ള, കരൺ ഥാപ്പറെ പോലുള്ള മനുഷ്യരുടെ ചരിത്രം ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ, ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും മികച്ച സംഭാവന എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് മതേതരത്വം എന്ന് പല ചരിത്രകാരന്മാരും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മതേതരത്വം എന്നുള്ളത് ഒരു സാർവദേശീയമായ സമ്മർദ്ദമാണ്, സങ്കല്പനമാണ്. എന്നാൽ അതിന് വളരെ വ്യത്യസ്തമായ ഒരു ഇന്ത്യൻ പശ്ചാത്തലവും ഇന്ത്യൻ ചരിത്രവുമുണ്ട്. മതനിരപേക്ഷമായ അല്ലെങ്കിൽ മതവുമായി സംവാദാത്മകമായ അന്തരീക്ഷം പങ്കിട്ടുകൊണ്ടും മതത്തിനകത്ത് നിന്നുകൊണ്ടുള്ള സൗന്ദര്യാത്മകമായ എത്രയോ ആവിഷ്കാരങ്ങളും വഴികളിലൂടെയും ഒക്കെ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് അനേകം കൈവഴികളുണ്ട്. ആ കൈവഴികളുടെയൊക്കെ ഉള്ള സഞ്ചാരം ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൊളോണിയൽ ചരിത്രകാരന്മാരും കൊളോണിയൽ ഭരണകൂടവും ഇന്ത്യയെ ഒരു മത സാമുദായിക സ്പർദ്ധയുള്ള, സംഘർഷമുള്ള ഒരു ഇടമായിട്ടാണ് ഭാവന ചെയ്ത് എടുത്തത്. ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും ഇന്ത്യയിൽ അധീശത്വമുള്ള ആശയവും യഥാർത്ഥത്തിൽ അതിനെ പിന്തുടർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ മതേതരത്വം എന്നുള്ള ആശയത്തെ പല രീതിയിൽ കലാപരമായി, സർഗാത്മകമായി, പ്രതിരോധ രാഷ്ട്രീയത്തിൻ്റെ സങ്കല്പനങ്ങളായി ഒക്കെ വീണ്ടെടുക്കുക, സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് ഏതൊരു സർഗാത്മക സാഹിത്യത്തിൽ ഇടപെടുന്നവരുടെയും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ വലിയ ഒരു ദൗത്യമാണ് എന്നുള്ളതാണ്. ഈ പാനലിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, വളരെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ നിരന്തരമായി ഈ വിഷയം കേരളീയ പശ്ചാത്തലത്തിലും അതുപോലെ ദേശീയ തലത്തിലും ഒക്കെ തന്നെ അവതരിപ്പിക്കുന്ന പ്രഗത്ഭരായ ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി വിഭാഗം അധ്യാപകനായിരിക്കെ തന്നെ മാഷെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിഷയം എന്നുള്ള അർത്ഥത്തിൽ, തത്വചിന്തയുടെ തന്നെ ഒരു വിഷയം എന്നുള്ള അർത്ഥത്തിൽ ദേശീയ തലത്തിൽ തന്നെയുള്ള വിവിധ അക്കാദമിക സെഷനുകളിൽ പങ്കെടുത്ത ആളാണ്, അധ്യാപകനാണ് ഡോക്ടർ PK പോക്കർ. അതുമാത്രമല്ല, മാഷെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന കേരളീയ ജീവിതത്തിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രഭാഷകനായും അതുപോലെ അധ്യാപകനും ആയോ ഒക്കെ തന്നെ മതേതരത്വം എന്നുള്ള ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എഴുത്തുകളിലും പ്രഭാഷണങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒന്നിലേക്ക് വരാം. ഇത് മതേതരത്വം എന്നുള്ളത് ഒരു സാർവദേശീയമായ ഒരു പാരഡൈം ആയിരിക്കെ തന്നെ അതിന് വ്യത്യസ്തമായ ഒരു ഇന്ത്യൻ പശ്ചാത്തലമുണ്ട്. അത് രൂപപ്പെട്ടതിൻ്റെ ചരിത്രമാണത്. ആ ഒരു കാര്യത്തെ മുൻനിർത്തി തന്നെ ആയിരിക്കും മാഷ്, ഞാൻ അങ്ങനെ ചോദിക്കുകയല്ല, എന്തായാലും ഈ കാര്യത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ സാർവദേശീയമായ ഒരു യൂറോപ്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ പശ്ചാത്തലത്തിലെ താരതമ്യം ചെയ്തുകൊണ്ട് നമുക്കതിനെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും
എന്ന് ഞാൻ വെറുതെ ഒരു കാര്യം അവതരിപ്പിക്കുക മാത്രമാണ്. മാഷ് തീർച്ചയായും മതേതരത്വം എന്നുള്ള വിഷയത്തെക്കുറിച്ച്, ഇന്ത്യൻ സന്ദർഭത്തെക്കുറിച്ച് സംസാരിക്കും. പ്രിയപ്പെട്ട സോണിയ, KT ഡേവിസ്, സദസ്സിലും എത്തിച്ചേർന്ന പ്രിയ സുഹൃത്തുക്കൾ, ഇന്ത്യയെക്കുറിച്ച് ഇന്ന് സംസാരിക്കുമ്പോൾ ആർക്കും വലിയ സംശയമില്ലാത്ത വിധം മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലകപ്പെട്ടു എന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്നാൽ ഇത്തരം ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ പെട്ടെന്ന് ഒരു ദിവസം നടന്ന് നീങ്ങിയതല്ല എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. 1992 ഡിസംബർ 6 അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത ശേഷം ഇന്ത്യയിലെ സെക്കുലർ ദൈക്ഷണികർ ഇന്ത്യയെ സംബന്ധിക്കുന്ന പുനർവായനയിൽ ഏർപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ക്ലാസിക്കൽ മാർക്സിസ്റ്റ് രീതിയിൽ മാത്രം കാര്യങ്ങൾ നോക്കിക്കണ്ടിരുന്ന, അക്കാര്യത്തിൽ ശാഠ്യം പിടിച്ചിരുന്ന ഏജാസ് അഹമ്മദ് ആദ്യമായാണ് 93 മെയ് മാസം ഞാൻ ഇന്ത്യയെ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി എന്നും അതുകൊണ്ട് ഞാൻ ഗാംജിയിലൂടെ ഇന്ത്യയെ വായിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് പ്രഗത്ഭമായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കൽക്കത്തയിൽ നിർവഹിക്കുകയും പിന്നീട് മന്ത്ലി റിവ്യൂ ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങളിലും മറ്റുമായി അവ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അതിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഇപ്പോഴും നമുക്ക് പുസ്തകങ്ങളായും അതിന് പുറമെ ഓൺലൈനിൽ CPIM.org ലഭ്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ബാബരി മസ്ജിദ് തകർത്തു എന്നുള്ളത് ഒരു പള്ളിയുടെ തകർച്ച എന്ന രീതിയിൽ, വിശ്വാസികളുടെ ഒരു പ്രശ്നം എന്ന രീതിയിൽ മാത്രം കണ്ടിരുന്ന ഒട്ടനവധി സെക്കുലർ ദൈക്ഷണികർ ഇന്ത്യയിലുണ്ടായിരുന്നു. അതേസമയം അതങ്ങനെ കാണേണ്ടതല്ല, മറിച്ച് ഇന്ത്യൻ ഭരണകൂടം അതുപോലെ തന്നെ രാഷ്ട്രീയ വ്യവസ്ഥയും വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടിയത്. കാരണം ഇന്ത്യ പോലെ സുശക്തമായ ഒരു ഭരണകൂടമുള്ള രാജ്യം, സുശക്തമായ പട്ടാളവും പോലീസും അതുപോലെ ചാര നെറ്റ്വർക്കും മറ്റ് സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യം, നീതി വ്യവസ്ഥയും അതുപോലുള്ള മറ്റ് നിയമപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യം, അയൽ രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറിട്ട് ആ നിലയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ചരിത്ര സ്മാരകം തകർക്കാൻ കഴിയണമെങ്കിൽ അത് അത്ര നിസ്സാരമല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഡിസംബർ 6 ശേഷം ഇന്ത്യയെ പുനർവായിക്കുകയും അങ്ങനെ ഇന്ത്യയെ പുനർവായിച്ചപ്പോൾ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ അച്ചുതണ്ട് എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമാണ് നമുക്കറിയാം. പക്ഷേ എന്നാൽ ഇന്ത്യയുടെ അച്ചുതണ്ട് എന്നുള്ളത് ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ, അപരവൽക്കരണത്തിൽ അധിഷ്ഠിതമായ ഒരു ആശയാധികാര വ്യവസ്ഥ കൂടി ഇന്ത്യയുടെ പോളിറ്റിയെ നിർണയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഏജാസ് അഹമ്മദ് മാത്രമല്ല, ഡോക്ടർ KM പണിക്കർ മാത്രമല്ല, MM വിജയൻ മാഷ് മാത്രമല്ല, KEN കുഞ്ഞഹമ്മദ് മാത്രമല്ല, ഒട്ടനവധി ആളുകൾ ആ സന്ദർഭത്തിൽ ഇന്ത്യയിൽ തിരിച്ചറിയുകയും
അവരുടെ ശ്രദ്ധ, അല്ലെങ്കിൽ പൊതുവിൽ സെക്കുലറിസ്റ്റുകളുടെ ശ്രദ്ധ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി ആഴത്തിൽ പരിശോധിക്കണമെന്നും അതുകൊണ്ട് യഥാർത്ഥമായ കാരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ, യഥാർത്ഥമായ കാരണത്തെ വിശകലനം ചെയ്യാതെ, അപഗ്രഥിക്കാതെ യഥാർത്ഥത്തിൽ നമുക്ക് ഇന്ത്യയെ ഇനി അങ്ങോട്ട് സെക്കുലർ രാജ്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും, കഴിയില്ല എന്നതിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് മസ്കുലിനിസം എന്ന് ഏജാസ് അഹമ്മദും സ്വന്തമായി നിർമ്മിച്ച സിനിമകളിലൂടെ ആനന്ദ് പട്വർദ്ധനും വിശേഷിപ്പിച്ച ആണധികാര ഫാസിസ്റ്റ് വ്യവസ്ഥ എന്നുള്ളത് വാസ്തവത്തിൽ മനുവാദ കേന്ദ്രിതമായ, ജാതിബദ്ധമായ, അപരവിദ്വേഷ കേന്ദ്രിതമായ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ തുടർച്ചയിലായിരുന്നു ഇന്ത്യയിലുടനീളം അരങ്ങേറിയത് എന്ന്, അവിടെ സ്ത്രീകൾ ബലാത്കാരത്തിന് വിധേയമാക്കപ്പെടുക മാത്രമായിരുന്നില്ല, അങ്ങനെ ബലാത്കാരത്തിന് വിധേയമാക്കപ്പെട്ട സ്ത്രീകളുടെ വീഡിയോ വീണ്ടും വീണ്ടും പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ട് അത് വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ പ്രക്രിയ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പരിണമിക്കുന്നതും ഇന്ത്യയെ നോക്കുന്ന, ഇന്ത്യയെ ശ്രദ്ധിക്കുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അയോധ്യാനന്തരമുള്ള, ബാബരി മസ്ജിദ് അനന്തരമുള്ള ഇന്ത്യ എന്നുള്ളത് വാസ്തവത്തിൽ തൊലിപ്പുറത്ത് ചികിത്സിക്കാവുന്ന ഒരു രോഗം പിടിപെട്ട അവസ്ഥയല്ല എന്ന് നമ്മയെല്ലാം ബോധ്യപ്പെടുത്തുകയും അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഴത്തിൽ ചികിത്സ ആവശ്യപ്പെടുന്ന ഒരു രാജ്യമാണ്. ആ ആഴത്തിലുള്ള ചികിത്സക്ക് ആശയാധികാര വ്യവസ്ഥയെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യം വാസ്തവത്തിൽ സാംസ്കാരിക പ്രവർത്തകരുടെ, അതുപോലെ തന്നെ എഴുത്തുകാരുടെ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ, സാമൂഹിക പ്രവർത്തകരുടെ ഒക്കെ ദൗത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്തു കഴിഞ്ഞ ഒരു സന്ദർഭത്തിലൂടെയാണ് കഴിഞ്ഞ 10-30 വർഷത്തോളമായി ഏതാണ്ട് കടന്നു വരുന്നത്. ഇങ്ങനെയൊക്കെ കടന്നു വന്നിട്ടും യഥാർത്ഥത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, കേരളം പോലെ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന, മതനിരപേക്ഷമായി ചിന്തിക്കുന്ന, മതനിരപേക്ഷ സംവാദാത്മകമായ ഇടം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിക്കുന്ന, സ്വന്തം ജനനത്തെക്കുറിച്ച്, സ്വന്തം അമ്മയെക്കുറിച്ച്, അവരുടെ പാപയോനിയെക്കുറിച്ച് നിന്നയോടുകൂടി സദാസമയം ഓർത്തുകൊണ്ട് വിഷാദത്തിൽ കഴിയേണ്ടി വരുന്ന ഒരു ജനതയെ വാസ്തവത്തിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയിൽ നമ്മൾ ഇന്നും ജീവിക്കുകയാണോ എന്ന ചോദ്യം തീർച്ചയായും നമുക്ക് പ്രസക്തമാണെന്നല്ല, നമ്മളതിനെ അഭിസംബോധന ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ വിസമ്മതിച്ചു കഴിഞ്ഞാൽ നേരത്തെ തന്നെ പലപ്പോഴും പറയുന്നത് പോലെ നമ്മളൊരു തോറ്റ ജനതയാണ് എന്ന് പറഞ്ഞ് നമ്മൾ നിരാശാഭരിതരായി ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും നിരാശയെങ്കിലും തോന്നാത്തവരെ സൂക്ഷിക്കുക എന്ന ഒരു പുസ്തകം KN രചിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തെ സംബോധന ചെയ്യുമ്പോൾ ഒരു നിരാശയെങ്കിലും തോന്നുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ഒരു വേവലാതിയെങ്കിലും തോന്നുന്നില്ലെങ്കിൽ, ഒരു അസ്വസ്ഥതയെങ്കിലും തോന്നുന്നില്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ എന്നെ സൂക്ഷിക്കേണ്ട അവസ്ഥയാണ്. കാരണം നമ്മളിതിൻ്റെ കാവൽക്കാരായി നിൽക്കുകയാണ് എന്ന് വേണം പറയാൻ. നമ്മളാലോചിച്ച് നോക്കണം, ബുദ്ധിയുള്ളത് കൊണ്ടോ കഴിവുള്ളത് കൊണ്ടോ വലിയ പാണ്ഡിത്യമുള്ളത് കൊണ്ടോ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെ തിരിച്ചറിയണമെന്നില്ല. യഥാർത്ഥത്തിൽ ഈ ദേശം നഷ്ടപ്പെട്ടവരുടെ ദേശമാണ് വാക്ക് എന്ന് അഡോർണോയെപ്പോലെ ലോകം കണ്ട ഏറ്റവും വലിയ സ്കോളേഴ്സിൽ ഒരാൾ പറഞ്ഞത് ഫാസിസ്റ്റ് കാലത്ത് രാജ്യം വിട്ടുപോവുകയും എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടും അനുഭവിക്കുകയും സ്വന്തം ദേശം, ജനിച്ചു വളർന്ന ദേശം നഷ്ടപ്പെടുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്ത ശേഷം മാത്രമാണ്. അദ്ദേഹം അങ്ങനെ ഇതിനൊക്കെ വിധേയമായി തിരിച്ചു വന്ന ശേഷമാണ്. അതുവരെ സംഗീതവും തത്വചിന്തയും സൂക്ഷ്മമായി പഠിപ്പിക്കുമ്പോഴൊന്നും തന്നെ തിരിച്ചറിയാത്ത വംശീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ നോക്കണം, ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 100 കൊല്ലം മുമ്പാണ് ജൂതപ്രശ്നം ജർമ്മനിയിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ആ ജൂതപ്രശ്നം ചർച്ച ചെയ്ത ജർമ്മനിയിൽ പിന്നെയും ഏതാണ്ട് 100 കൊല്ലം കഴിയുമ്പോൾ കൂട്ടവംശഹത്യ നടക്കുമ്പോൾ അങ്ങനെ ഒട്ടനവധി ആളുകൾ രാജ്യഭ്രഷ്ടരാക്കപ്പെടുമോ, ഒട്ടനവധി ആളുകൾ
തീക്കുണ്ടത്തിൽ ഹോമിക്കപ്പെടുമ്പോൾ മാത്രം ആണ് പല പണ്ഡിതന്മാർക്കും അവർ സ്വയം അകപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് എന്ന് നമ്മൾ അറിയണം. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പുതിയ കാറ്റഗറി രൂപപ്പെടുകയാണ്. അത് ആസാമിൽ നേരത്തെ രൂപപ്പെട്ട് കഴിഞ്ഞു, അത് ബീഹാറിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ബംഗാളിലും ഡൽഹിയിലും വളരെ പെട്ടെന്ന് തന്നെ രൂപപ്പെടും. ഭാവിയിൽ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും രൂപപ്പെട്ടേക്കും. അത് ഡി വോട്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഒരു മനുഷ്യൻ ഡി വോട്ടർ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സംശയത്തിൻ്റെ നിഴലിലാണെന്നാണ്. നിങ്ങൾ സംശയത്തിൻ്റെ നിഴലിലായാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിച്ചു എന്ന് വേണം കരുതാൻ. കാരണം നിങ്ങൾക്ക് ബാങ്കിൽ ഇടപാട് നടത്താൻ, നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ ഇടപാട് നടത്താൻ, റെയിൽവേയിൽ ടിക്കറ്റ് എടുക്കാൻ, വിമാനത്തിൽ കയറിപ്പോകാൻ, ഇങ്ങനെ എല്ലാ സ്ഥലത്തിലും ഒരു ഡി വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഡി വോട്ടർ ആവുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അച്ഛൻ്റെ ജന്മസ്ഥലം അറിയാത്തത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട രേഖകൾ നിങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള നിങ്ങൾ വർണ്ണപരമായും വർഗപരമായും ഉയർന്ന വിഭാഗത്തിൽ പെടാത്തത് കൊണ്ടായിരിക്കും മിക്കവാറും ഇത്തരത്തിൽ ഒരാൾ ഡി വോട്ടർമാരായിക്കൊണ്ടിരിക്കുക എന്നതാണ് ബീഹാറിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ വിവരം. അതുകൊണ്ട് നമ്മൾ പലരും കരുതുന്ന പോലെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിനകത്തല്ല നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിത് ചെറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ ചെറുക്കും, എത്രമാത്രം ചെറുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ചെറുക്കപ്പെടുന്നുണ്ട്, ഈ ചെറുത്തുനിൽപ്പുകളൊക്കെ എന്ത് ഫലമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളെയും ഈ പറയുന്ന തിരിച്ചുപോക്കിൻ്റെ സമ്പൂർണമായ മനുവാദ കാലഘട്ടത്തിലേക്കുള്ള ഒരു സഞ്ചാരത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് നമുക്ക് വളരെ എളുപ്പം തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം യാദൃശ്ചികമായി കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി. ആ പുസ്തകത്തിൽ ഈ വനവാസി എന്നാണ് അതിലൊരു അധ്യായത്തിന് പേര്. വാസ്തവത്തിൽ സംഘപരിവാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഒരു വാക്ക് എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ വളരെ നമ്മൾ കരുതുന്നത് നിർദോഷമായി ഉപയോഗിക്കപ്പെടുന്നതാണെന്നാണ്. പക്ഷേ ഒരു വാക്ക്, ഒരു പേര്, ഇതൊന്നും നിർദോഷമായി ഉപയോഗിക്കപ്പെടുന്നതല്ല. മറിച്ച് ഓരോ വാക്കിനും അതിൻ്റേതായ കൊണോട്ടേഷൻസ് ഉണ്ട്, ഡിനോട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ ആദിവാസികളെക്കുറിച്ച് പറയുമ്പോൾ, ഗിരിവർഗക്കാരെക്കുറിച്ച് പറയുമ്പോൾ വനവാസി എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ എഴുതിപ്പോകുന്നതാണെന്ന് കറിയും. പക്ഷേ അങ്ങനെ അറിയാതെ എഴുതിപ്പോകേണ്ട സ്ഥലമല്ല വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള വൈജ്ഞാനിക രംഗത്ത് നമ്മുടെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്യുന്ന കൃതികളും രചനകളും എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസമുള്ള ഉൾപ്പെടെയുള്ള, ഇപ്പം ദീൻദയാൽ ഉപാധ്യായ പഠിപ്പിച്ചാൽ എന്താ എന്ന് ചോദിച്ച ഒട്ടനവധി ആളുകളുണ്ട്. നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു അതും പഠിച്ചൂടെ? സവർക്കറെക്കുറിച്ച് പഠിപ്പിച്ചാൽ എന്താ, അതിലെന്ത് തെറ്റ്? ഓരോ സന്ദർഭത്തിലും നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതുവരെ എന്താണ് ഇപ്പം നമുക്ക് അത്ര വലിയ പ്രശ്നം ആയിട്ടില്ല, അത്ര വലിയ പ്രശ്നം ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിവേഗം ഫാസിസത്തിൻ്റെ പിന്തുണക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർത്ര ഈ ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ആത്മഹത്യക്ക് ശേഷം, എല്ലാ തകർച്ചയും സംഭവിച്ചതിന് ശേഷം ജർമ്മനിയിൽ ആളുകളൊക്കെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ പാരീസിലെ സ്വന്തക്കാരായിട്ടുള്ള, ബന്ധുക്കളായിട്ടുള്ള, സുഹൃത്തുക്കളായിട്ടുള്ള, വിദ്യാർത്ഥികളായിട്ടുള്ള 100ഓളം ആളുകളെ സന്ദർശിച്ച് എന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം ജൂതവിരോധം കാണിച്ചത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആളുകൾ പറഞ്ഞ ഉത്തരവൊക്കെ വളരെ രസകരമാണ്. ഒരു സ്ത്രീ പറയുന്നത്, ബന്ധുവോ മറ്റോ ആയ ഒരു സ്ത്രീ പറയുന്നത്, ഞാനൊരു ജൂതൻ്റെ കടയിൽ നിന്നൊരു പുതപ്പ് വാങ്ങി, ആ പുതപ്പ് പെട്ടെന്ന് തന്നെ കീറിപ്പോയി, അത് അങ്ങനെ പെട്ടെന്ന് പിന്നിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ജൂതന്മാരെ കൊല്ലാൻ കൂട്ടുനിന്നു എന്നാണ് ചുരുക്കത്തിൽ ആ സ്ത്രീ പറയുന്നത്. ആ രീതിയിലേക്ക് മലയാളികൾ എത്ര വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കാൻ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യ അകപ്പെട്ടിട്ടുള്ള അപരവൽക്കരണത്തിൻ്റെ മൂർധന്യാവസ്ഥ തിരിച്ചറിയുന്നില്ലെങ്കിൽ, നിങ്ങളോ ഞാനോ അല്ലെങ്കിൽ നമ്മൾ മഹാഭൂരിപക്ഷം സെക്കുലറാണ് എന്ന് സ്വയം വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ പോലുമോ നിസ്സഹായരായി നോക്കി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും വലിയ രീതിയിലുള്ള സംഘർഷ ഭൂമിയായി പരിണമിക്കാൻ, മനുഷ്യർ നിസ്സഹായതയിലേക്ക് കൂടുതൽ വഴുതി വീഴാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ അനുദിനം ഇന്ന് ഈ ഒരു പ്രക്രിയയിലേക്ക് കൂടിയാണ് കടന്നു പോകുന്നത്. ഇത് പറയുമ്പോൾ ഇവിടെ പറയാതെ നിർവാഹമില്ലാത്ത ഒരു കാര്യമുണ്ട്. കാരണം ഇന്ത്യ ഡിസംബർ 6 ശേഷം, 92 ഡിസംബർ 6 ശേഷം
ഈ രീതിയിലേക്ക് പരിവർത്തിക്കപ്പെട്ട ഇപ്പോൾ ഇന്ത്യയിലെ സെക്യുലറിസ്റ്റുകളൊക്കെ തന്നെ ഗാംജിയിലേക്ക് തിരിഞ്ഞതിനെക്കുറിച്ച് ഫ്രെഡറിക് ജെയിംസൺ പറയുന്നത് ഗാംജി ഹാസ് ബിക്കം എ ഹൗസ് ഹോൾഡ് അഫെയർ ഇൻ കേരള ഇൻ ഇന്ത്യ എന്നാണ്. സത്യമാണത്. കാരണം ഒരു വീട്ടുകാര്യം പോലെ ഗാംജി ആയിപ്പോയി എന്നാണ്. പക്ഷേ ഞാൻ ഗാംജിയെ ഉപയോഗിച്ചതിനെക്കുറിച്ച് പണ്ഡിതനായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സെക്യുലർ പ്രഭാഷകനായിട്ടുള്ള സുനിൽ പി ഇളയിടം എഴുതിയത് ഞാൻ മതസ്വത്വവാദിയായ പടപ്പാച്ചലുകാരനാണെന്നാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ചെയ്യുന്ന പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ റദ്ദ് ചെയ്യുന്ന രീതിയിലേക്ക് പുരോഗമനവാദികളായ മതനിരപേക്ഷവാദികളായിട്ടുള്ള ഞാനും KEN-ഉം സമ്പൂർണ്ണ മതരഹിതമായി ജീവിക്കുന്ന KEN-ഉം സമ്പൂർണ്ണ മതേതര ജീവിതം നയിക്കുന്ന അച്ചടിച്ച് വന്ന ലേഖനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പുസ്തകത്തിൽ അച്ചടിച്ച് വന്ന ഇപ്പോഴും ലഭ്യമായിട്ടുള്ള പുസ്തകത്തിലുള്ള സുനിൽ പി ഇളയിടത്തിൻ്റെ ലേഖനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മതസ്വത്വവാദികളായിട്ടുള്ള പടപ്പാച്ചലുകാരാണ്. പടപ്പാച്ചൽ എന്നുള്ളത് വാസ്തവത്തിൽ ഈ സംഘപരിവാർ നിരന്തരം കേരളത്തിൽ പ്രക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന, എൻ്റെ വീട്ടിൽ 2 ജാതിയും മതവും ചേർക്കാത്ത SLC ബുക്ക് നിലനിൽക്കുമ്പോഴാണ് ഈ പടപ്പാച്ചലുകാരുടെ ഒരു പട്ടികയിൽ ചേർക്കപ്പെടുന്നത് എന്ന്, അതും മതനിരപേക്ഷവാദികളാൽ തന്നെ നിർവഹിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എത്രമാത്രം ഇസ്ലാമോഫോബിക്കും എത്രമാത്രം അപരവിദ്വേഷ കേന്ദ്രിതവുമാണ് കേരള സംസ്ഥാനം എന്നുകൂടി പറയാതെ ഇന്ത്യയെക്കുറിച്ച് പേർത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം കേരളീയ പൊതുബോധത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ സെക്യുലറിസം ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് അവർ ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദബോൽക്കറെ എന്തിനാണ് വെടിവെച്ച് കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോവിന്ദ ബൻസാരെ എന്തിനാണ് വെടിവെച്ച് കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചെയ്ത സാംസ്കാരിക പ്രവർത്തനം ഇവിടുത്തെ ആശയാധികാര വ്യവസ്ഥയെ കൂടി വിമർശിക്കുന്ന രീതിയിൽ അവർ സംഘപരിവാറിനെ വിമർശിച്ചു എന്നാണ്. സംഘപരിവാർ എന്ന് പറയുന്ന സംഘടനാ രാഷ്ട്രീയത്തെ മാത്രമല്ല അവർ വിമർശിച്ചത്, മറിച്ച് അവർ വിമർശിച്ചത് അവരുടെ എഴുത്തുകളിലൂടെ അവരുടെ പ്രഭാഷണങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത, അവർ സംഘപരിവാർ ഭാവിയിലേക്കും ഇപ്പോഴും വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന 100 കൊല്ലമായി ഇന്ത്യയിലേക്ക് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന 1000 ആണ്ടുകൾ പഴക്കമുള്ള ചാർവാകൻ ഉൾപ്പെടെ ബുദ്ധിസ്റ്റുകൾ ഉൾപ്പെടെ ഹീനമായി വധിക്കപ്പെട്ടിട്ടുള്ള ഉന്മൂലനം ചെയ്യപ്പെട്ട വീണ്ടും ഗയയിലെ ബോധിവൃക്ഷത്തെ കത്തിച്ച് ഒരു കാലത്തും വളർന്നു വരാൻ അനുവദിക്കാതിരുന്ന ബ്രാഹ്മണിസത്തെ കൂടി അവർ വിമർശിച്ചു എന്നതുകൊണ്ടാണ് തീർച്ചയായും ഇവരെല്ലാം കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ തൊലിപ്പുഴത്തുള്ള ചികിത്സ കൊണ്ട് അവസാനിപ്പിക്കാവുന്ന മാറ്റിയെടുക്കാവുന്ന അവസ്ഥയിലല്ല ഇന്ന് ഇന്ത്യ ഉള്ളത്. ഇന്ന് ഇന്ത്യ അകപ്പെട്ട ഈ രോഗാവസ്ഥയെ സത്യസന്ധമായി അഭിമുഖീകരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഇന്ന് സ്വയം തിരുത്താനും സ്വയം കൂടുതൽ നവീകരിക്കാനും തയ്യാറാവുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ മുമ്പിൽ നമ്മൾ അറിയാതെ നമ്മൾ തന്നെ എത്തിപ്പെടുന്നത്. മരണം ആർക്കും സംഭവിക്കാം. മരണത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഹൈഡേഗറൊക്കെ പറയുന്ന പോലെ അനിവാര്യമാണെന്നാണ്. അനിവാര്യം, അതിൽ യാതൊരു സംശയവും ആർക്കില്ല. ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ. പക്ഷേ അതുപോലെ തന്നെയാണ് മരണം എങ്ങനെ സംഭവിക്കും എന്നുള്ളതും അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിളാണ്. കാരണം എവിടെയാവാം, റോഡിലാവാം, വീട്ടിലാവാം, ഹാർട്ട് അറ്റാക്ക് കൊണ്ടാവാം, ഒരു ലങ്കേഷിനെ പോലെ വീട്ടിലെ വാതിൽ തുറക്കുന്ന സമയത്ത് വെടികൊണ്ടാവാം. അതൊരു പ്രശ്നമല്ല. ഒരു വ്യക്തി മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. ഇത് പണ്ട് ഇജാസ് അഹമ്മദ് എന്നോട് നേരിട്ട് പറഞ്ഞാണ്. ഞാനിങ്ങനെ ഈ മുസ്ലിം വർഗീയവാദികളാലൊക്കെ ആക്രമിക്കപ്പെട്ട സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, നീ ആക്രമിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. കോഴിക്കോട്ട് വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മറിച്ച് ഇന്ത്യ നിലനിൽക്കുമോ, ഇന്ത്യയിലെ ജനത നിലനിൽക്കുമോ, ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന രൂപപരമായ ജനാധിപത്യം എങ്കിലും നിലനിൽക്കുമോ എന്നതാണ് പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ യാദൃശ്ചികമായി ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിന്ന് ഈ വളരെ ലളിതമായി ചിന്തിക്കാവുന്ന, പ്രവർത്തിക്കാവുന്ന, ഇടപെടാവുന്ന രംഗമല്ല ഇന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക രംഗം. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഗൗരവമായി സ്വയം അപഗ്രഥിക്കാനും സ്വയം വിമർശിക്കാനും സ്വയം നവീകരിക്കാനും തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു ആദ്യഘട്ടത്തിലുള്ള ഇടപെടൽ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ആശംസകൾ, അഭിവാദ്യങ്ങൾ. നേരത്തെ മാഷിവിടെ ആദ്യം തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഐജാസ് അഹമ്മദിൻ്റെ സൈദ്ധാന്തികമായ അന്വേഷണങ്ങൾക്ക് വന്ന ഒരു മാറ്റം ഇന്ത്യൻ അവസ്ഥയെ മനസ്സിലാക്കുന്നതിൽ ഗ്രാംഷി എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ള കാര്യം. ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു അന്വേഷണങ്ങളിലൊക്കെ സംഭവിച്ച ഒരു മാറ്റത്തെക്കുറിച്ചാണ് മാഷ് അത് സൂചിപ്പിച്ചത്.
നേരത്തെ പോക്കർ മാഷെ പറ്റി സൂചിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഉണ്ടാകുന്ന അന്വേഷണങ്ങളുടെ ഒരു പശ്ചാത്തലം പോക്കർ മാഷയുടെ ഇടപെടലുകളൊക്കെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പം KT കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഒരാൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആമുഖമില്ലാതെ എല്ലാവർക്കും പരിചിതനാണ്. ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേളുവേട്ടൻ പഠന കേന്ദ്രമായാലും അല്ലെങ്കിൽ ഭരണഘടനാ സംരക്ഷണ സമിതി ആയാലും അത് യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ധർമ്മം, ഒരു ജനകീയ യൂണിവേഴ്സിറ്റിയുടെ ധർമ്മമാണ് ഇന്നത്തെ ഇന്ത്യയിൽ നിർവഹിച്ചു പോരുന്നത് എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. മാഷ് നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ അവസ്ഥയെ തിരിച്ചറിയുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്കാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വഴിവിട്ട യാത്രകൾ എന്ന വെങ്കിടേഷ് രാമകൃഷ്ണൻ്റെ യാത്രാ വിവരണം നമ്മളെ ഇന്ത്യയിലെ എല്ലാ മുക്കിലും മൂലയിലൂടെ കടന്നു പോകുന്നുണ്ടത്. ഒരു ഭയപ്പാടോടുകൂടി നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു നിരാശയെങ്കിലും ഇല്ലാത്ത ആളുകളെ സൂക്ഷിക്കണം എന്നാണ്. ആ പുസ്തകം അടച്ചു വയ്ക്കുന്ന അവസരത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ഭീതി, ആശങ്ക ഒക്കെ ഇന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യൻ മതേതരത്തിനേറ്റ ക്ഷതത്തിൽ നിന്നാണ് പുതിയ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് KT നിങ്ങളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. പ്രിയപ്പെട്ടവരെ, സോണിയ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ഈ മതേതരത്വം ഭാരതീയമാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയ ആശയങ്ങൾക്കും അത്തരമൊരു ആധുനിക ഇന്ത്യൻ സ്റ്റേറ്റിനുമെതിരായിട്ട് തങ്ങളുടെ മതരാഷ്ട്രവാദപരമായ ഹിന്ദുത്വ അധികാരത്തിലധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്ര ആക്രമണം സംഘപരിവാർ ആരംഭകാലം മുതൽ തന്നെ തുടങ്ങിയത്. യൂറോപ്യൻ പശ്ചാത്തലമല്ല ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ സെക്കുലറിസം എന്ന് പറയുന്നത് സവിശേഷമായി പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ഇന്ത്യക്ക് അഭികാമ്യമായ ഒന്നല്ല സെക്കുലറിസം. ഇത് സംബന്ധമായി ഭാഷാഭൂഷണി, മാഷ് ഓർമ്മിക്കുന്നുണ്ടാവും, ഭാഷാഭൂഷണി ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു. ആ ചർച്ചയിൽ കേരളത്തിലെ ലിബറൽ ബുദ്ധിജീവികളായ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്, PGയും എഴുതിയിട്ടുണ്ട്. ആ ചർച്ചയിൽ പൊതുവെ PG ഒഴിച്ച് ഞാൻ മനസ്സിലാക്കുന്നതാണ് മറ്റെല്ലാവരും മതേതരത്വം അഭാരതീയമായ ഒരു ആശയമാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ അബ്ദുറഹ്മാൻ മുതൽ MN കാരശ്ശേരി വരെയുള്ള നമ്മുടെ ലിബറൽ ബുദ്ധിജീവികൾ എന്ന പരിവേഷത്തോടു കൂടി നമ്മളെ സമീപിക്കുന്ന പല ബുദ്ധിജീവികളും, നമ്മുടെ ദൈക്ഷണിക രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിജീവികളും, ഇവരെല്ലാം തന്നെ മതേതരത്വത്തെ, സെക്കുലറിസത്തെ അഭാരതീയമായ ഒരു ആശയമായിട്ട് കാണാനാണ് ആ ചർച്ചയിൽ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഒരു സാർവദേശീയ തലത്തിൽ, അതാണ് ഒരു ഗ്രാംഷിയൻ വിചാരധാരയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, യഥാർത്ഥത്തിൽ സെക്കുലറിസം എന്നത് യൂറോപ്പിലെ ജനാധിപത്യ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന മഹത്തായ ഒരു ആശയമാണ്. അതെല്ലാവരെയും ഉൾക്കൊള്ളുക, സമൂഹത്തിൻ്റെ ബഹുസ്വരതയാകെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് വിഭാഗങ്ങളുടെ മാത്രമല്ല, വ്യക്തികളുടെ ബഹുസ്വഭാവത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ലിബറൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയ സംഹിത എന്ന നിലക്കാണ് ഈ നാഷണൽ സ്റ്റേറ്റ് ആധുനിക രാഷ്ട്രസങ്കല്പവുമായി ബന്ധപ്പെട്ട് സെക്കുലറിസം ഉയർത്തപ്പെട്ടത്. ആ സെക്കുലറിസം ഉയർത്തിയ റൂസോവിൻ്റെയും വോൾട്ടയറിൻ്റെയും മൊണ്ടസ്ക്യൂവിൻ്റെയും ഒക്കെ ദർശന പദ്ധതികളിൽ നിന്ന് രൂപം കൊണ്ട ഫ്രാൻസിലെ റിപ്പബ്ലിക്, ജനാധിപത്യ ഭരണകൂടം എത്ര വേഗത്തിലാണ് അട്ടിമറിക്കപ്പെട്ടത്. ആ അട്ടിമറിയെ സംബന്ധിച്ചാണ് മാർസിൻ്റെ 18th ബ്രൂമെയർ 18 എന്ന് പറയുന്ന വിഖ്യാതമായ പുസ്തകം. ആ പുസ്തകത്തിലാണ് മാർസ് എങ്ങനെയാണ് പൗരോഹിത്യ രാജഭരണകൂടത്തോട് കലഹിച്ച് രൂപപ്പെട്ട ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്ക് പൗരോഹിത്യവുമായി സന്ധി ചെയ്തത്. അവിടെയാണ് ഈ പൗരോഹിത്യവും സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിനെ നയിച്ച ബൂർഷാസിക്കും ഒരു പൊതു താല്പര്യമുണ്ട്. ആ പൊതു താല്പര്യം എന്ന് പറയുന്നത് മൂലധനത്തിൻ്റെ ബൂർഷാസിയുടെ താല്പര്യമാണ്. ആ ബൂർഷാ താല്പര്യങ്ങൾ ചരിത്രത്തിലെ കാലഹരണപ്പെട്ട തങ്ങൾ തന്നെ എതിർത്ത് തോൽപ്പിച്ച
ജീർണശക്തികളുമായി സന്ധി ചെയ്യുകയാണ് എന്ന കാര്യം ഫ്രാൻസിൻ്റെ ആഭ്യന്തരമായ വർഗബന്ധങ്ങളെ സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് ബ്രൂമെയർ 18 മാർസ് പരിശോധിക്കുന്നുണ്ട്. നമ്മുടേതുപോലുള്ള സമൂഹങ്ങളിൽ സെക്കുലറിസം അഭാരതീയമാണ് എന്ന ആശയം ജമാഅത്ത് ഇസ്ലാമിക്കാർ മുതൽ നമ്മുടെ രാജ്യത്തെ ഈ RSSന് എതിരാണെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന നിരവധി സംഘടനകൾ സെക്കുലറിസം അഭാരതീയമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പോക്കർ മാഷ് സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിലെ പൗരോഹിത്യ രാജഭരണകൂടങ്ങളെക്കാൾ ശക്തവും ഒരാശയ അധികാര വ്യവസ്ഥ എന്ന നിലക്ക് തീഷ്ണവുമായ ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു ജാതി വർണ്ണ വ്യവസ്ഥ, വൈദിക ധർമ്മങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജാതി അധികാര വ്യവസ്ഥ നിലനിന്നൊരു സമൂഹമാണ്. യൂറോപ്പിലെ മതകുറ്റ വിചാരണകൾക്ക് ഇൻക്വിസിഷന് സമാനമായ, ഒരുപക്ഷെ അതിനേക്കാൾ ഭീകരമായ രീതിയിലുള്ള ജാതി പീഡനങ്ങളും സ്ത്രീ പീഡനങ്ങളും നിലനിന്നിരുന്ന ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ജെയിംസ് മില്ലിനെ പോലുള്ള ഓറിയൻ്റലിസ്റ്റുകൾ, ഇന്തോളിസ്റ്റുകളായ പണ്ഡിതന്മാർ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെപ്പോലുള്ള ആളുകളുടെ ചരിത്ര സമീപനത്തിൽ നിന്ന് ഓറിയൻ്റലിസ്റ്റുകൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഭൂതകാലത്തെ അവർ അങ്ങേയറ്റം ആദർശവൽക്കരിക്കുന്നുണ്ട്. ഇന്ത്യയെക്കുറിച്ചുള്ള കുറിപ്പുകളിൽ ഈ സുവർണാവകാശവാദത്തെ, ഇന്ത്യയുടെ ഭൂതകാലം സുവർണകാലമായിരുന്നു എന്ന വാദത്തെ അതിശക്തമായി മാർസ് നിഷേധിക്കുകയും ഖണ്ഡിക്കുകയും ഇന്ത്യയുടെ ഭൂതകാലത്തെ മനുസ്മൃതിയും ഇന്ത്യയുടെ ഭരണവർഗങ്ങളുടെ പ്രത്യയശാസ്ത്രമായ നിരവധി സൂത്രങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് അതിലെ മിത്തുകളെയും കഥാപാത്രങ്ങളെയും ഒക്കെ എടുത്തുകൊണ്ട് തന്നെ മാർസ് തൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള റൈറ്റിങ്സിൽ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സുവർണകാലമുള്ള ഒരു രാജ്യമായിരുന്നില്ല. ആ സുവർണകാലം ഏറ്റവും മനുഷ്യത്വരഹിതമായ ജാതി അടിച്ചമർത്തലുകളുടേതായിരുന്നു എന്ന കാര്യം ഇന്ത്യയിലെ ജാതി വർഗ്ഗഘടനയിലേക്ക്, ഇപ്പോൾ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്ന മാർസിൻ്റെ നിരീക്ഷണങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ അത്തരം നിരീക്ഷണങ്ങളിലൂടെ ഇന്ത്യയിലെ ജാതി വർഗ ഘടനയെ സംബന്ധിച്ച്, അതിൻ്റെ അതീശത്വ സ്വഭാവത്തെക്കുറിച്ച്, അതിനടിത്തറയായിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ വിശകലനം ചെയ്തുകൊണ്ട് മാർസ് നൽകുന്ന സൂചനകളുണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇന്ത്യയിൽ സെക്കുലറിസം അപ്രസക്തമാണ്, സെക്കുലറിസം അഭാരതീയമാണ് എന്ന് പറയുന്ന ആളുകൾ അതിന് ന്യായമായി പറയുന്നത് യൂറോപ്പിന് സമാനമായിരുന്ന പൗരോഹിത്യ രാജഭരണകൂട വ്യവസ്ഥ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ യൂറോപ്പിനേക്കാൾ ഭീകരമായ പൗരോഹിത്യ രാജഭരണകൂടം, അത് ഗുപ്തകാലമായാലും മൗര്യകാലമായാലും ജെയിംസ് മിൽ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ ഭൂതകാലം എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായിരുന്നു. ആ ഭൂതകാലത്തെ സുവർണകാലമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ആധുനിക ഇന്ത്യയിൽ, ഈ ആധുനിക ലോകത്ത് ആ ഭൂതകാലത്തിൻ്റെ ധർമ്മസംഹിതകളെയും ആശയങ്ങളെയും ആ വ്യവസ്ഥയും തന്നെ പുനരനയിക്കാനുള്ള നീക്കങ്ങൾ സംഘപരിവാർ വളരെ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വിജയകരമായ രീതിയിൽ 2014 ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ RSS നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ വന്നതിന് ശേഷം തങ്ങളുടെ മതരാഷ്ട്രവാദത്തിന്, അതായത് ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്ന RSSൻ്റെ ഹിന്ദുരാഷ്ട്രവാദത്തിന് ആവശ്യമായ രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കുലർ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാ തത്വങ്ങളെയും, എല്ലാ അനുച്ഛേദങ്ങളെയും, എല്ലാ വ്യവസ്ഥകളെയും അമെൻമെൻറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിൽ ഭരണഘടനയിൽ സംഭവിച്ച ഭേദഗതികൾ എത്രയാണ്? അതിലേറ്റവും ഭീകരമാണ് 1985 സെക്കുലറായ നമ്മുടെ പൗരത്വ നിയമത്തിൽ വരുത്തിയ ഭേദഗതി. രാജ്യമൊട്ടാകെ അതിശക്തമായി അതിനെതിരായിട്ട് പ്രതിഷേധിച്ചു. എന്താ പൗരത്വ നിയമം? നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നവരും ജനിച്ചവരുമായിട്ടുള്ള ആളുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നവരാണെങ്കിൽ 11 വർഷം ഇവിടെ താമസിച്ചതിന് രേഖകളുള്ള ആളുകൾ, ഇവരെല്ലാം ഇന്ത്യൻ പൗരന്മാരായി കാണുന്ന മതേതരമായ, വളരെ മതനിരപേക്ഷമായ ഒരു പൗരത്വ നിയമമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. ആ പൗരത്വ നിയമത്തെ മതാധിഷ്ഠിതമാക്കി അമെൻമെൻറ്റ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വോട്ടധികാര യാത്രയൊക്കെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ NRSയുമായി ബന്ധപ്പെട്ട RSS അജണ്ടയിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന പ്രശ്നം വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മതനിരപേക്ഷമായ അസ്തിത്വത്തെ, നിലനിൽപ്പിനെ ഇല്ലാതാക്കി ഒരു മതാധികാര വ്യവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ കാര്യങ്ങൾ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രഗതിയിൽ തന്നെ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ ഖിലാഫത്ത് നിസ്സഹകരണ സമരം 20കളിൽ ഇന്ത്യയാകെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ ഉയർന്നു വന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇല്ലാതെ സ്വരാജ്യം സാധ്യമാവില്ല, ഹിന്ദു മുസ്ലിം മൈത്രി ഇല്ലാതെ സ്വരാജ്യം സാധ്യമാവില്ല. അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്നതാണ് രാഷ്ട്രമെന്ന സങ്കല്പം ഏറ്റവും ശക്തമായ രീതിയിൽ എല്ലാ വ്യക്തികളും എല്ലാ സംശയങ്ങളും പരിഹരിച്ചുകൊണ്ട് ഗാന്ധി തന്നെ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു. ആ ഒരു സന്ദർഭത്തിലാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമല്ല, ഹിന്ദുക്കൾ സ്വയം തന്നെ ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് ഗാന്ധി ഹിന്ദുക്കളുടെ ശത്രുവാണ്. ഗാന്ധിയെ ടാർഗറ്റ് ചെയ്യുന്ന 20കളിലാണ്. ഖിലാഫത്ത് നിസ്സഹകരണ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഗാന്ധിയെ ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിന്ദു മഹാസഭ പോലുള്ള ഒരു വിശാല ബഹുജന വർഗീയ പ്രസ്ഥാനത്തിന് ഹിന്ദുത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് ഒരു മിലിറ്റൻറ്റ് ഹിന്ദുയിസം വേണം. ആ മിലിറ്റൻറ്റ് ഹിന്ദുയിസത്തെക്കുറിച്ചുള്ള ആലോചനകളിലാണ് ഇറ്റലിയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് BS മുഞ്ചയും ഡോക്ടർ ഗേവാറും ചേർന്നുകൊണ്ട് RSS രൂപീകരിക്കുന്നത്. RSS രൂപീകരിച്ചതിന് ശേഷമുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി 1925 കാൺപൂർ സമ്മേളനത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേന്ദ്ര കമ്മിറ്റി ഉണ്ടാകുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ഒരു സംഘടനാഘടന ഉണ്ടാകുന്നു. 1925 തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഹിന്ദു മുസ്ലിം പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന തലക്കെട്ടിൽ ഒരു ലഘുലേഖ ഇറക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ കരുതുന്നത്, ഞാൻ പല ചരിത്രകാരന്മാരും ഇതിന് ബിപിൻ ചന്ദ്ര തൊട്ട് ഒരുപാട് ആളുകൾ ഇതിനെ പരാമർശം എഴുതിയിട്ടുണ്ട്. ഈ രേഖയായിരിക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് മുമ്പിൽ ഹിന്ദുക്കളുടെ പ്രശ്നവും മുസ്ലിങ്ങളുടെ പ്രശ്നവും സെക്കുലർ കാഴ്ചപ്പാടിൽ കാണണം. ഹിന്ദുക്കൾ ഒരു രാഷ്ട്രമായാലോ മുസ്ലിങ്ങൾ മറ്റൊരു രാഷ്ട്രമായാലോ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഇന്ത്യൻ ജനത നേരിടുന്ന പ്രശ്നങ്ങൾ കൊളോണിയൽ ഭരണവും ഇന്ത്യയിലെ ജാതി ബ്രാഹ്മണ്യവും സൃഷ്ടിച്ച അരക്ഷിതമാണ്. അത് ചരിത്രപരമായി ഇന്ത്യ നിൽക്കുന്ന ജാതിയുടെയും ബ്രാഹ്മണ്യത്തിൻ്റെയും കൊളോണിയൽ ഭരണത്തിൻ്റെയും അടിച്ചമർത്തലാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് എന്താണ് ഈ പ്രശ്നത്തെ സെക്കുലറായ ഒരു സമീപനത്തിൽ നിന്ന് സമീപിക്കാൻ നമുക്ക് കഴിയണം. ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ഹെഡ്ഗേവാറും മുഞ്ചയും ഒക്കെ ഏറ്റവും ശക്തമായി ഉയർത്തിയ എന്താണ്? മുസ്ലിങ്ങൾ ഒരു രാഷ്ട്രവാദം ഉയർത്തുന്നതാണ്. എന്നാൽ മുസ്ലിങ്ങൾ രാഷ്ട്രവാദം ഉയർത്തി എന്താണ്? നമ്മൾ സാധാരണ ചരിത്രം പഠിക്കുമ്പോൾ എന്താണ്? 1905 ലീഗ് ഉണ്ടായി, 6 ലീഗ് ഉണ്ടായി, പിന്നെ 1915 എന്തുണ്ടായിട്ടുള്ളൂ? ഹിന്ദു മഹാസഭയുണ്ട്. അത് വസ്തുതാപരമല്ല. പഞ്ചാബിലെ കൃഷിക്കാരുടെ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നെടുംതൂണുകളെ പിടിച്ചു കുലുക്കിയ സമരമാണ് 1960-70 കാലത്ത് ആരംഭിച്ച പഞ്ചാബിലെ കർഷകരുടെ, സിഖുകാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ അടങ്ങുന്ന പഴയ പഞ്ചാബ്, ഇന്നത്തെ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചാബ്, ആ പഞ്ചാബിലെ കൃഷിക്കാർ സംഘടിതമായി ബ്രിട്ടീഷ് സെമിന്ദാരി സിസ്റ്റത്തിനും നികുതി വ്യവസ്ഥക്കും എതിരായിട്ട് സമരം ആരംഭിച്ചു. ആ സമരം ശക്തമായി മുന്നോട്ട് പോയപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയതുപോലെ ബ്രിട്ടീഷുകാർക്ക് പീരങ്കിക്കുഴലുകൾ നിർത്തി പഞ്ചാബിലെ കൃഷിക്കാരെ തകർക്കാൻ കഴിഞ്ഞില്ല, ആ സമരത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്കാർക്കിടയിലേക്ക് ചില ബ്രാഹ്മണ ബുദ്ധിജീവികളെ ഇറക്കിയത്. അതിൽ പ്രധാനിയാണ് മിസ്റ്റർ ലാലാ ലാൽചന്ദ്. സവർക്കറല്ല ഹിന്ദുത്വത്തിൻ്റെ ആദ്യത്തെ പുസ്തകം രചിച്ചത്, മിസ്റ്റർ ലാലാ ലാൽചന്ദാണ്. അദ്ദേഹത്തിൻ്റെ സെൽഫ് അബ്നെഗേഷൻ ഇൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകം, അതാണ് ഹിന്ദുത്വത്തിൻ്റെ ആദ്യത്തെ പുസ്തകം. ആ പുസ്തകമാണ് പറഞ്ഞത് നാം ഒന്നാമതായി ഹിന്ദുക്കളാണ്, രണ്ടാമതായിട്ടേ നമ്മൾ ഇന്ത്യക്കാരാവുന്നുള്ളൂ. ഗോപാലകൃഷ്ണ ഗോഖലെയെ പോലുള്ള നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ത്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നാം ഹിന്ദുക്കളെക്കുറിച്ച് സംസാരിക്കണം. ഹിന്ദുക്കൾ ആയ കൃഷിക്കാർ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്യരുത്, കാരണം അവരുടെ ശത്രു ബ്രിട്ടീഷുകാരല്ല. പഞ്ചാബിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളുടെ കാരണക്കാരാണ്? കൃഷിക്കുപയോഗിക്കുന്ന കന്നുകാലികളെ കൊന്നു തിന്നുന്ന മുസൽമാന്മാരാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മനുഷ്യരെ പച്ചയായി ആൾക്കൂട്ടങ്ങൾ ജയ് ശ്രീരാം വിളിച്ച് തല്ലിക്കൊല്ലുന്ന അവസ്ഥയുണ്ടല്ലോ, ആ തല്ലിക്കൊല്ലുന്ന പശുവിൻ്റെ പേരിലുള്ള ഈ സംരക്ഷണ രാഷ്ട്രീയം, ഗോസേന രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം ഇന്ത്യയിൽ ഉയർന്നു വരുന്നത് 1800കളുടെ അവസാനമാണ്. അത് പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരായി ഒന്നിച്ചിന്ന്, സിഖുകാരും മുസൽമാന്മാരും ഹൈന്ദവരുമായ കൃഷിക്കാർ ഒന്നിച്ചിന്ന് സമരം ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള സാമ്രാജ്യത്വവുമായി ചേർന്ന ഒരു അജണ്ടയാണ്. ആ അജണ്ട ഏറ്റെടുത്തുകൊണ്ടാണ് ഗോ സംരക്ഷണ RSSൻ്റെ ആദ്യത്തെ, സംഘപരിവാറിൻ്റെ ആദ്യത്തെ ഇന്ത്യയിലെ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് ഗോ സംരക്ഷണ സേനകളാണ്. ആ ഗോ സംരക്ഷണ സേനകളെ ഉപയോഗിച്ചുകൊണ്ട് ബിപിൻ ചന്ദ്ര അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ്?
ആയിരക്കണക്കിന് കലാപങ്ങൾ, പതിനായിരങ്ങളാണ് ആ കാലഘട്ടത്തിൽ പശുവിൻ്റെ പേരിൽ പരസ്പരം വെട്ടിമരിച്ചത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് പഞ്ചാബിലെ കർഷകരുടെ ഐതിഹാസികമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ അസ്ഥിരീകരിച്ചു, തകർത്തു. ദയാനന്ദ സരസ്വതിയെപ്പോലുള്ള ആര്യസമാജത്തിൻ്റെ വക്താക്കൾ വേദങ്ങളിലേക്കൊക്കെ മടങ്ങണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെന്താണ്, വേദങ്ങളിലെ എല്ലാ ദൈവങ്ങളും എല്ലാ കഥാപാത്രങ്ങളും ഋഗ്വേദത്തിലെ സർവ്വ കഥാപാത്രങ്ങളും ഗോഡ്സ് ഓൺ ഗോഡ് എന്ന് പറയും നമ്മുടെ ദേവേന്ദ്രൻ തൊട്ട് എല്ലാ ദേവീദേവന്മാരും എന്താണ്, ബീഫ് കഴിക്കുന്നവരാണ്. ഗോ മാംസമാണ്, പശുമാംസമാണ് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ്. പക്ഷേ എന്താണ്, പശുവിൻ്റെ പേരിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചു. അവിടെ നിന്നാണ് പഞ്ചാബ് ഹിന്ദുസഭ ഉണ്ടാവുന്നത്. പഞ്ചാബ് ഹിന്ദുസഭയുടെ തുടർച്ചയിലാണ് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ അരക്ഷിതരാണെന്നും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു കോൺഗ്രസിലൂടെ അധികാര കൈമാറ്റ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവില്ല. ഈ ഒരു വികാരത്തെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ മുസ്ലിം ബുദ്ധിജീവികളിലൂടെ മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത്, മുസ്ലിം രാഷ്ട്രവാദം ഉയർത്തുന്നത്. ഈ നിരാഷ്ട്രവാദ സിദ്ധാന്തം ഒരു കൊളോണിയൽ സൃഷ്ടിയാണ്. അതിന് ഉപയോഗിച്ച അവരാണ് ഇന്ത്യയിലെ മുസ്ലിം വർഗീയവാദികളും ഹിന്ദു വർഗീയവാദികളും. ഈ വർഗീയവാദത്തെ പരിശോധിക്കുമ്പോൾ, അതിനെ സമീപിക്കുമ്പോൾ പലപ്പോഴും നമ്മളെന്താണ്, 1915 ഹിന്ദു മഹാസഭ ഉണ്ടായിട്ടുള്ളൂ, 1906 തന്നെ ലീഗ് ഉണ്ടായില്ലേ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദികൾ മുസ്ലിങ്ങളല്ലേ എന്ന് പറയും. യഥാർത്ഥത്തിൽ എന്താണ്, ഈ ബ്ലെയിമിങ് വിക്ടിംസാണ്. ഇരകളെ തന്നെ അതിൻ്റെ ഉത്തരവാദികളായി കുറ്റപ്പെടുത്തുന്ന സിദ്ധാന്തമാണ്. ഈ അപകടകരമായ ഫാസിസ്റ്റ് സമീപനങ്ങളെ തിരിച്ചറിയാൻ കഴിയണം. അതേപോലെ തന്നെ മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മ വ്യവഹാര മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് മതനിരപേക്ഷതയെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. അതാണ് ഒരു ആധുനികത. എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുക. അത് സമൂഹങ്ങൾ മാത്രമല്ല, അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമല്ല, വ്യക്തികളുടെ ബഹുസ്വഭാവത്തെപ്പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ഒരു ജനാധിപത്യ സംസ്കാരമാണ് സെക്കുലറിസം സ്വയം അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സെക്കുലർ രാഷ്ട്രീയത്തെ ഇന്ന് ഇന്ത്യയിൽ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഹിന്ദുത്വം ഒരു പൊതുബോധമായി മാറുകയാണ്. ഹിന്ദുത്വം പൊതുബോധമായി മാറുന്ന ഒരു സമൂഹത്തിനകത്ത് എന്താവും, നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ലേ ബീഫ് എന്ന് ചില ആൾക്കാർ പറയും. ചില ആളുകൾ മുടി മറക്കുന്നത്, തട്ടമിടുന്നത് എന്താണ് നമ്മുടെ സംസ്കാരത്തിന്. അപ്പോൾ ഹിജാബ് എന്താണ്, അനഭിമതമായ അഭിലഷണീയമായ ഒരു വസ്ത്രമല്ല എന്ന് പറയും. ഭക്ഷണത്തെയും അതേപോലെ തന്നെ വസ്ത്രത്തെയും ഒക്കെ എന്താണ് വലിയ രീതിയിൽ പ്രശ്നവൽക്കരിക്കും. അതിൻ്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ രാജ്യത്ത് ബീഫ് അനഭിതമായ നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായ ഒരു ഭക്ഷണമല്ല. പശുവിനെ അമ്മയായും ദൈവമായും കാണുന്നവരാണ് ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പശുവിൻ്റെ അറവുശാലകളുള്ള സംസ്ഥാനം ഏതാണെന്നറിയോ? നിങ്ങളാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് UP-യിലാണ്. യോഗി തീവ്ര ഹിന്ദുത്വവാദി നരേന്ദ്രമോദിയുടെ മുത്തപ്പനാണ് ഈ യോഗി ആദിത്യനാഥ്. ആ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിലാണ് ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പശുവിനെ അറക്കുന്ന അറവുശാലകളുള്ളത്. ഈ മാംസമൊക്കെ ഇന്ത്യയിലെ പാവപ്പെട്ട പോഷകാഹാരക്കുറവുകളൊക്കെ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർക്ക് കഴിക്കാൻ വേണ്ടിയല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊക്കെ എക്സ്പോർട്ട് ചെയ്യാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി കമ്പനിയുടെ, കന്നുകാലി മാംസ കയറ്റുമതി കമ്പനിയുടെ പേര് അൽ കബീർ എക്സ്പോർട്ടേഴ്സ് എന്നാണ്. നമ്മൾ വിചാരിക്കും ഫോബ്സ് മാഗസിനിലൊക്കെ വന്നിരിക്കുന്ന നമ്മുടെ ലുലു മാളിൻ്റെ മുതലാളി യൂസഫ് അലിയുടേതല്ല. ആരുടേതാണ്? സതീഷ് അഗർവാൾ എന്ന് പറയുന്ന ബ്രാഹ്മണൻ്റെതാണ്. ഈ ബ്രാഹ്മണൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ BJPയുടെ ഫണ്ട് BJPക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ആളാണ് ഇയാൾ. ഇവരൊക്കെ BJPക്ക് ഒരു വ്യവസായ സമൂഹ വിങ്ങുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ സംഭാവന BJPക്ക് നൽകുന്നത്. BJPക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സതീഷ് അഗർവാളിൻ്റെ വരുമാന മാർഗം ഗോമാംസക്കടത്താണ്, എക്സ്പോർട്ടിംഗ് ആണ്. രണ്ടാമത്തെ ഇന്ത്യയിലെ ഗോമാംസം കയറ്റുമതി ചെയ്യുന്ന കമ്പനി ഏതാണ്? ഹലാൽ എക്സ്പോർട്ടേഴ്സ്. അപ്പം നമ്മൾ വിചാരിക്കും, എൻ്റെ സുഹൃത്തും കൂടിയായിട്ടുള്ള K. സുരേന്ദ്രൻ, ഞങ്ങൾ ചെറുപ്പം മുതലേ പരിചയമുള്ള ആൾക്കാരാണ്. അയാൾ BJPയുടെ അധ്യക്ഷനൊക്കെ ആയത് വേറെ കാര്യം. K. സുരേന്ദ്രൻ ബീഫ് കഴിക്കുന്ന ആളാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യം. പക്ഷേ അദ്ദേഹം ബീഫ് കഴിച്ചാൽ അദ്ദേഹം പറയും, അത് ആരെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ കിട്ടാൻ പറയും അത് ഉള്ളിയായിരുന്നു, അത് ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ആരോ ഫേസ്ബുക്കിൽ ഇട്ടാണെന്ന്. എന്നാൽ ആ K. സുരേന്ദ്രൻ നമ്മുടെയൊക്കെ സുഹൃത്താണ് സുമേഷ്, കോഴിക്കോട് പാരഗൺ ഹോട്ടലിൻ്റെ ഉടമ.
ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണശാലകളിലൊന്നാണ് കോഴിക്കോട്ടെ പാരഗൺ ഹോട്ടൽ. ആ പാരഗൺ ഹോട്ടലിലെ ബിരിയാണി ഹലാലാണ്. ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ മൊയ്ലിയമാർ മന്ത്രിച്ച് തുപ്പുന്ന ബിരിയാണിയാണ്. BJPയുടെ UP നിയമസഭാംഗമാണ് സംഗീസോം. സംഗീസോമിനെ മറ്റൊരർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണ്? 2013 അവസാനം മുസഫർ നഗറിൽ നടന്ന വർഗീയ കലാപത്തിൻ്റെ ആസൂത്രകനും അതിൻ്റെ കാർമ്മികനുമായിരുന്നു ഈ സംഗീസോം. ആ സംഗീസോമാണ് സതീഷ് അഗർവാൾ കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ മാംസക്കയറ്റുമതി സ്ഥാപനങ്ങളുടെ ഉടമ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറവുശാലകളെല്ലാം അദ്ദേഹം നിയമസഭാംഗമായിരിക്കുന്ന ഉത്തർപ്രദേശിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സംസ്കാരത്തിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ 2024-25 സാമ്പത്തിക വർഷത്തിൽ ബീഫ് കയറ്റുമതിയിലൂടെ ഇന്ത്യക്കുണ്ടായ വിദേശ നാണയ വരുമാനം 36,000 കോടിയാണ്. അപ്പം സംസ്കാരത്തിൻ്റെ പേരിൽ അപരത്വം സൃഷ്ടിച്ച് മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ആളുകൾ. ഇപ്പം ഞാൻ ബീഫ് കഴിക്കുന്ന ആളാണ്, സോണിയ ബീഫ് കഴിക്കുന്ന ആളാണ്, പോക്കർ മാഷയും ഡേവിസിനും നമുക്ക് വിടാം. ഞങ്ങളെ ബീഫ് കഴിക്കുന്നതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു ശ്രീരാമസേനക്കാരൻ വന്ന് വളഞ്ഞു വെച്ചു? ഇന്ത്യ സർക്കാരിൻ്റെ മിസ്റ്റർ നരേന്ദ്രമോദിയുടെ കുടുംബാരോഗ്യ സർവേ 5, ആ കുടുംബാരോഗ്യ സർവേ 5ൻ്റെ ഭാഗമായി നടന്ന ഫുഡ് സെൻസസ്, ഇന്ത്യൻ ജനങ്ങളുടെ ഭക്ഷണശീലങ്ങളെ സംബന്ധിച്ച പഠനം, അതിൽ പറയുന്നത് ഇന്ത്യയിൽ 80% ജനങ്ങൾ മാംസബുക്കുകളാണ്. ഇന്ത്യയിലെ 80%, 140 കോടി ആളുകളിൽ 80% ആൾക്കാരും മാംസബുക്കുകളാണ്. ഇനി ഈ ശുദ്ധ വെജിറ്റേറിയൻസ് എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ, പാലും മുട്ടയും കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ, അത് പോട്ടെ. ഇന്ത്യയിലെ 80% ജനങ്ങൾ വെജിറ്റേറിയൻസാണ്. ആ 80 മാംസബുക്കുകളാണ്. ആ 80% ജനങ്ങളിൽ 70% ആളുകൾ ബീഫ് കഴിക്കുന്നവരാണ്. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ എത്രയാണ്? 2017 സെൻസസ് അനുസരിച്ച് 14.5%. ഇപ്പോൾ 15% ആയിട്ടുണ്ടാവും. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ഫെർട്ടിലിറ്റി റേറ്റുള്ള സമൂഹം ഏതാണ്? മുസ്ലിങ്ങളാണ്. ശശികല ടീച്ചറെ പ്രസംഗം ഈ വാട്സപ്പിലൊക്കെ കേട്ടിട്ട് ആളുകൾ ധരിക്കുന്നത് മുസ്ലിങ്ങൾ ഇഷ്ടംപോലെ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. യഥാർത്ഥത്തിൽ ഔദ്യോഗിക കണക്കുകൾ, വസ്തുനിഷ്ഠമായ കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ ഫെർട്ടിലിറ്റി റേറ്റ് ഈ കാലത്ത് ഏറ്റവും കുറഞ്ഞ സമുദായം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ്. 70% ഇന്ത്യക്കാർ ബീഫ് കഴിക്കുമ്പോൾ 14.5% മാത്രം ജനസംഖ്യയിൽ വരുന്ന മുസ്ലിങ്ങളെ, അക്കലക്കിനെ, ജുനൈബിനെ, ഇങ്ങനെയുള്ള മുസ്ലിം നാമധാരികളെ മാത്രം എന്താണ് ബീഫിൻ്റെ പേരിൽ വളഞ്ഞു വെച്ച് ശ്രീരാമസേന ജയ് ശ്രീരാം വിളിച്ച് തല്ലിക്കൊല്ലുന്നത്? എന്തുകൊണ്ടാണ് ധാത്രി മുതൽ ഏറ്റവും ഒടുവിൽ റായ്പൂർ വരെയുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും 100 കണക്കിന് വരുന്ന മുസ്ലിം നാമധാരികളായ ആളുകൾ ഗോമാംസത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്? ഇവിടെയാണ് ഇന്ത്യയിൽ ഹിന്ദുത്വം സെക്കുലറിസത്തിനെതിരായിട്ട്, നമ്മുടെ ബഹുസ്വരതയ്ക്കെതിരായിട്ട് ഉയർത്തുന്ന ഭീഷണിയെ കാണേണ്ടത്. ഇന്ത്യയെ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ബ്രാഹ്മണികമായ ഒരു വർഗ വ്യവസ്ഥക്കാവശ്യമായ രീതിയിൽ, അതാണ് അവരുടെ സാംസ്കാരിക ദേശീയത. ആ സാംസ്കാരിക ദേശീയതക്കാവശ്യമായി ഇന്ത്യയുടെ ബഹുത്വത്തെ ആകെ നിഷേധിച്ച് ബലം പ്രയോഗിച്ച് RSS പറയുന്ന ദേശീയതയുടെ ഏകാത്മകതയിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ ആകെ ബലപ്രയോഗത്തിലൂടെ വിലയിപ്പിച്ചെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഒന്ന് ഭരണഘടനാ നടപടികൾ, ഭരണ നടപടികൾ എന്ന നിലക്ക്. രണ്ടാമതെന്താണ്? സംസ്കാരത്തിൻ്റെ രംഗത്ത് ഇറക്കി വിട്ടിരിക്കുന്ന ഈ ശ്രീരാമസേന പോലുള്ള ഹൂളിഗാൻ സംഘങ്ങൾ, ഫാസിസ്റ്റ് സംഘങ്ങൾ, ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബഹുസ്വരതയെ, നമ്മുടെ വൈവിധ്യങ്ങളെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ വ്യത്യാസങ്ങളെ, ഇതിനെയെല്ലാം ബലം പ്രയോഗിച്ച് ഹൈന്ദവതയുടെ സാംസ്കാരിക ദേശീയതയിൽ വിലയിപ്പിച്ചെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതാണ് ഇന്ത്യൻ സെക്കുലറിസം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി. ഇതിനെ സൂക്ഷ്മതലങ്ങളിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പൊതുബോധത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഈ ഹിന്ദുത്വ ബോധത്തെ പ്രതിരോധിക്കുക എന്നത്, അതിന് ബദലുകൾ ഉയർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാംസ്കാരിക ഉത്തരവാദിത്തമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ മൂർത്തമായ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കണം എന്നുള്ള സൂചനയാണ് KT നൽകുന്നത്. NS മാധവൻ്റെ തിരുത്ത് എന്നുള്ള കഥ
നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാകും. തർക്കമന്ദിരം തകർത്തു എന്നെഴുതുമ്പോൾ തർക്കമന്ദിരമല്ല ബാബറി മസ്ജിദ് തകർത്തു എന്ന് തിരുത്തണം എന്ന് പറഞ്ഞ ചുല്യാറ്റിനെ എന്നുമെന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. കേട്ടി ഇവിടെ ഓരോ ചരിത്ര സന്ദർഭത്തിലും ഹിന്ദുത്വ രാഷ്ട്രീയം എങ്ങനെയാണ് ഇന്ത്യയിൽ വേരുപിടിച്ചത് എന്ന് ഓർമ്മിക്കണം. ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ ആഗസ്റ്റ് 15 ഒരു ചാനൽ കോളേജിലേക്ക് വന്ന് കുട്ടികളോട് ചോദിച്ച ഒരു ചോദ്യം ഓർക്കുകയാണ്. നമ്മളൊന്നും നമ്മുടെ ഓർമ്മയിലോ ഒന്നുമില്ലാത്ത ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനം എന്നാണ് നമ്മളൊക്കെ ഓർക്കുന്നത്. ആ ദിവസം വിഭജന ഭീതി ദിനം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആ സന്ദർഭത്തിൽ ചാനൽ കുട്ടികളോട് ചോദിക്കുന്നത് ലഹരിക്കെതിരെ എങ്ങനെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാം എന്നാണ്. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ എന്നും സംഘടിപ്പിക്കാം, അത് ആഗസ്റ്റ് 15 തന്നെ ആകണമെന്നില്ല. എന്തുകൊണ്ട് ആ ചാനൽ ആഗസ്റ്റ് 15 നമ്മുടെ വിദ്യാർത്ഥികളോട് ആ ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഭജന ഭീതി ദിനം ആരാണ് ഉയർത്തിയത് എന്ന് ചോദിക്കാനുള്ള മടി തന്നെയാണ്. ആ അർത്ഥത്തിലുള്ള ഒരു അവതരണമാണ് KT ഇവിടെ നടത്തിയത്. നമ്മുടെ മൂർത്തമായ സാഹചര്യം, ഹിന്ദുത്വ രാഷ്ട്രീയം നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ പിടിമുറുക്കുന്നു, നമ്മുടെ പൊതുബോധത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു. തീർച്ചയായും കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായി കേരളത്തിലെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളോടൊപ്പം ജീവിച്ച ED ഡേവിസിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വത്തിന് കാവലാളാവുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹവും അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന അവസരത്തിൽ നേരത്തെ KT സൂചിപ്പിച്ച, അല്ലെ പോക്കർ മാഷൊക്കെ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ പശ്ചാത്തലം കേരളത്തിലൊരു ഭീതിയല്ല എന്ന് പറഞ്ഞുകൂടാ. തീർച്ചയായും തൻ്റെ അനുഭവങ്ങൾ നിന്നുകൊണ്ട് ഡേവിസ് അതിനെക്കുറിച്ച് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. 2-3 സംസാരങ്ങൾ ഇവിടെ കഴിഞ്ഞു. ജനം ജയിക്കുന്ന ഫാസിസത്തെ ഏറ്റുവാങ്ങുന്നു എന്ന് പറഞ്ഞത് MN വിജയൻ മാഷ. അത് 1990-കളിലാണ്. ഇന്നിപ്പോൾ നമ്മൾ ആ വാചകത്തിൻ്റെ പ്രാധാന്യം, ആ പ്രവചനാത്മകമായ ആ വാക്യത്തിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തെ കുറേ കൂടി ആഴത്തിൽ ചരിത്രപരമായി തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതിനുള്ള സമയമൊന്നുമില്ലെങ്കിലും 1-2 കാര്യങ്ങൾ പറയാം. ഈ മതേതരത്വം എന്ന വാക്ക് തന്നെ നമ്മളെ കൊണ്ട് കുടുക്കിയൊരു സാധനമാണ്. അത് മതേതരത്വം എന്ന് പറയുമ്പോൾ അതൊരു മതനിഷേധത്തിൻ്റേതായൊരു സ്വഭാവം അതിലുണ്ട്. മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ മതത്തെ പരിഗണിക്കാതെയുള്ള ഒരു സമീപനം എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. മതേതരത്വത്തേക്കാൾ കുറേ കൂടി നമുക്ക് സ്വീകരിക്കാവുന്നൊരു പദം മതനിരപേക്ഷതയാണ്. വാസ്തവത്തിൽ അതിൻ്റെ ചരിത്രപരത നോക്കുമ്പോൾ സെക്കുലറിസം എന്ന് തന്നെ മലയാളത്തിൽ പറയുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇതൊരു കുടുക്കാണ്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ KT ഷാ 3 പ്രാവശ്യം മതേതരത്വം എന്ന ആ ആശയ പദ്ധതി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെടുകയുണ്ടായി. 3 പ്രാവശ്യവും അത് തള്ളിപ്പോയി. അതിന് പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പാശ്ചാത്യമായിട്ടുള്ള ഈ മതേതരത്വം എന്ന് പറയുന്നത് അത് വളരെ പരിമിതമായ ഒരർത്ഥത്തിലുള്ളൊരാശയമാണ്. മതവും രാഷ്ട്രീയവും തമ്മിൽ തുല്യമായ അകലം പാലിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ നടപ്പുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ദളിതർക്ക് വേണ്ടിയുള്ള പ്രത്യേക അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക അവകാശങ്ങൾ, ഇതെല്ലാം തന്നെ ശരിയായ രീതിയിൽ പാലിക്കപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് മതേതരത്വം എന്ന ആശയത്തിൻ്റെ ചർച്ചയെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തള്ളിക്കളഞ്ഞത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം മതേതരത്വമാണെന്ന് പിന്നീട് നെഹ്റുവും അത് വ്യക്തമാക്കുന്നുണ്ട്. നെഹ്റുവിന് അതുപോലെ തന്നെ 1962 മുതൽ
ഉള്ള കോടതി വിധികളൊക്കെ തന്നെ, സുപ്രീം കോടതി വിധികളൊക്കെ തന്നെ മതേതരത്വം ഇന്ത്യയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. 1973 കേശവാനന്ദ ഭാരതിയുടെ കേസിൽ അത് സ്ഥാപിക്കുന്നുണ്ട്. അതിനുശേഷം ബൊമ്മ കേസ് വരുമ്പോഴും ഇത് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോടതി പിന്നീട് അങ്ങനെ ഒരു മതേതരത്വത്തിൻ്റെ ഒരു ട്രഡീഷൻ 76 ഇന്ദിരാഗാന്ധി ഭേദഗതിയിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്നാണ്, ഘടനയിലൊന്നാണ് മതേതരത്വം എന്നുള്ളൊരാശയത്തെ ജസ്റ്റിസ് JS വർമ്മ ഹിന്ദുത്വ കേസുകൾ എടുക്കുന്നതോട് കൂടിയിട്ട് ശരിക്കും അട്ടിമറിക്കുന്നുണ്ട്. മുരളി മനോഹർ ജോഷി ബോംബെ മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദുത്വ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ സമയത്ത് 3 പേർക്ക് അയോഗ്യത കൽപ്പിച്ച സന്ദർഭത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അന്ന് സുപ്രീം കോടതിയിൽ JS വർമ്മ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ഹിന്ദുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക വേ ഓഫ് ലൈഫാണ്, അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുണ്ടായത്. യഥാർത്ഥത്തിൽ നമ്മളൊരു പാശ്ചാത്യ ഒറിജിനെക്കുറിച്ച് അന്വേഷിച്ച് പോകണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ഉണ്ടായ ഒരാശയം, മതത്തെ കൃത്യമായിട്ട് ആ നാട്ടിലെ നേരത്തെ ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, പൗരോഹിത്യ ആധിപത്യത്തിൻ്റെ അങ്ങേയറ്റം നിരങ്കുശമായ ഒരു സാമൂഹ്യ ഒരു വ്യവസ്ഥയുള്ളൊരു സ്ഥലത്ത്, വ്യക്തി സ്വാതന്ത്ര്യം അങ്ങേയറ്റം നിഷേധിക്കപ്പെട്ട ഒരിടത്ത് മതത്തെ, മതപരമായ ഭരണത്തെ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളൊരു സമീപനം ഉണ്ടായി വന്നത് ആ സമൂഹത്തിൻ്റെ ചരിത്രപരമായ തലത്തിലൂടെ തന്നെയാണ്, അതിൻ്റെ ചരിത്രപരമായ ആവശ്യകതയായിട്ട് വന്നതാണ്. പക്ഷേ ഇന്ത്യൻ സമൂഹത്തിൽ നമ്മൾ അതിനെ അങ്ങനെ കാണേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മുടെ നാട്ടിൽ ഈ മതേതരത്വം അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു സെക്കുലറിസം എന്നുള്ള രീതിയിലൊരു പദ്ധതി അല്ലെങ്കിലും അക്ബറിൻ്റെ കാലത്തും അതുപോലെ തന്നെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലത്തും ഉയർന്നു വന്ന ഒരു സർവമത സമഭാവനയുടെ ഒരു മതസമന്വയത്തിൻ്റേതായ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ നമ്മൾ വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. ഇന്ത്യയുടെ ഒരു ചരിത്രപരമായ സാമൂഹ്യ അനുഭവത്തിൽ നിന്ന് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ളൊരു മതാതീതമായ സമീപനം, കുറേ കൂടി സമൂഹം ജനാധിപത്യപരമാവുന്നതിൻ്റെ ഒരു സമീപനം, ഒരുപക്ഷെ ആ അർത്ഥത്തിൽ മതനിരപേക്ഷതയെ അല്ലെങ്കിൽ മതേതരത്വത്തെ, സെക്കുലറിസത്തെ ഒരു മാനസികമായ ആധുനീകരണം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ആ രീതിയിൽ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് ഇവോൾവ് ചെയ്യപ്പെട്ട ഒരാശയം തന്നെയാണിത്. പാശ്ചാത്യമായ ആശയങ്ങളൊക്കെ ലോക സമൂഹം മൊത്തത്തിൽ ജനാധിപത്യവൽക്കരണത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിരിക്കാം. യൂറോപ്പിൻ്റെ ഒരു ആവശ്യത്തിൽ അത് അങ്ങനെ ഉത്ഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെയും ഫ്യൂഡലിസത്തിൽ നിന്ന്, ജന്മിത്വത്തിൽ നിന്ന് അതൊരു പുതിയ സാമൂഹ്യമായ അവസ്ഥയിലേക്ക് ലോകം മുന്നോട്ട് പോകുമ്പോൾ, അത്തരത്തിലുള്ളൊരു ജനാധിപത്യപരമായ സംവിധാനത്തിലേക്ക് ലോകം വളർന്ന് വികസിക്കുമ്പോൾ ഇവിടെയും അതിൻ്റേതായ രീതികളുണ്ടായി എന്നുള്ള രീതിയിൽ കാണുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ സംഘപരിവാർ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള സ്യൂഡോ സെക്കുലറിസം, അതുപോലെ തന്നെ അത് ഇന്ത്യയിൽ ചേരില്ല എന്നുള്ള വാദങ്ങളൊക്കെ തന്നെ ഭരണഘടനയിൽ പോലും നമുക്കന്ന് ഭരണഘടനാ അസംബ്ലിയിൽ പോലും നമുക്കത് ജയിപ്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം വാദങ്ങൾക്കൊക്കെ അടിസ്ഥാനമായി വരുന്ന ഈ ഫോറിൻ മതേതരത്വം എന്ന് പറയുന്ന ആശയത്തെ, ആ പദ്ധതിയെ, ആ വിശകലന രീതിയെ തന്നെ തള്ളിക്കളയേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ത്യയിലെ വളരെ സങ്കീർണമായ സാഹചര്യത്തിൽ അങ്ങനെ അക്ബറും അതുപോലെ തന്നെ മുഗൾ രാജവംശത്തെ മൊത്തം ചരിത്രത്തിൽ നിന്ന് എടുത്തു കളയാണല്ലോ ചെയ്യുന്നത് CBSE പാഠപുസ്തകങ്ങളിൽ, അതുപോലെ തന്നെ ഇതിലൊക്കെ. ആ സമയത്ത് ഔറംഗസീബ് ഒഴിച്ച് ബാക്കി എല്ലാ മുഗൾ ഭരണാധികാരികളും ഇന്ത്യൻ സംസ്കാരത്തെ, ഇവിടുത്തെ ഉപനിഷത്തുകളെയും ഭഗവത്ഗീതയൊക്കെ തന്നെ ധാരാഷുക്കുവിനെ പോലുള്ളവരും ഒക്കെ തന്നെ തർജ്ജമ ചെയ്തു കൊടുക്കുന്ന അതിവിശാലമായ ഒരു പാരമ്പര്യം ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ആ രീതിയിൽ ഒരിക്കലും ഒരു മതരാഷ്ട്രത്തിൻ്റേതായ യാതൊരു സ്വഭാവം കാണിച്ചിട്ടില്ല എന്ന് ഇന്ത്യയിലെ നിരവധി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാര്യങ്ങളൊക്കെ അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുക. അതിലേക്ക് പ്രധാനപ്പെട്ട രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം നേരത്തെ ഇവിടെ കേട്ടിയൊക്കെ പറഞ്ഞ പോലെ മതരാഷ്ട്രവാദം ഉയർത്തിയിട്ടുണ്ട്.
പക്ഷേ ആ മതരാഷ്ട്രവാദം ഉയർത്തുന്നതിന് ഇന്ത്യൻ സമൂഹത്തിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുന്നതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർ കൂടുതൽ ഹിന്ദുക്കളെക്കാൾ അധികം കൂടുതൽ മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് കൂടുതൽ മുസ്ലിങ്ങളുടെ അവരെ എല്ലാ തരത്തിലും പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ഇന്ത്യ ഒരു ഭൂരിപക്ഷ ഹിന്ദു രാജ്യം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ ഭരണം വരുമ്പോൾ ഇവിടെ ഹിന്ദുവിൻ്റെ ഭരണം വരും എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനകത്ത് ആദ്യം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം അതിൻ്റെ ഒരു സാമൂഹ്യ പരിഷ്കരണവാദപരമായ അജണ്ട ഉപേക്ഷിച്ചതുകൊണ്ട് ആ രീതിയിലൊരു ആധുനിക സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള അജണ്ടകളെ പൗരോഹിത്യ ഭരണത്തിൽ നിന്ന് 100% പൗരോഹിത്യ മേധാവിത്വത്തിൽ നിന്ന് ഈ സമൂഹത്തെ വിച്ഛേദിക്കുന്നതിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. നവോത്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലായാലും എവിടെയായാലും അത് ഈ പൗരോഹിത്യത്തിൻ്റെ നുകത്തിന് കീഴിൽ നിന്ന് ജനസമൂഹത്തെ മോചിപ്പിക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ള നിലയിലാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും അത് ഉയർന്നു വന്നിട്ടുള്ളത്. ആ രീതിയിൽ നമുക്ക് അത്തരം ചില സാമൂഹ്യ പരിഷ്കരണവാദപരമായ ആശയങ്ങളുമായിട്ട് മതനിരപേക്ഷ ആശയങ്ങളെ കണ്ണി ചേർക്കുന്നതിന് നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും സംഘപരിവാറിൻ്റെ അജണ്ടകളെ നമുക്ക് വേണ്ട രീതിയിൽ ചെറുക്കാൻ കഴിയാത്തത്. ഗർവാപ്പസിയെക്കുറിച്ച് 2014 മോഡി ഭരണ അധികാരത്തിൽ വന്ന സമയത്ത് ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തിയ ആളുകളൊക്കെ തന്നെ തിരിച്ച് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിൻ നടത്തേണ്ടായി. സത്യത്തിൽ ഈ മതപരിവർത്തനം എന്നൊരു പറയുന്ന ആശയം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ അങ്ങേയറ്റത്തുള്ള പീഡനത്തിന് ഇന്ന് സഹികെട്ട മനുഷ്യർ അവർ തങ്ങൾ കുറേ കൂടി വ്യക്തി സ്വാതന്ത്ര്യം അതുപോലെ തന്നെ തങ്ങൾക്ക് മനുഷ്യാന്തസ് ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ് മതപരിവർത്തനം എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലെ ഒരൊറ്റ ജനാധിപത്യ പാർട്ടികൾക്ക് പോലും വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും മതപരിവർത്തനത്തെക്കുറിച്ച് സംഘപരിവാർ ആശയങ്ങൾ ഉയർത്തുമ്പോൾ നമ്മുടെ ആളുകളൊക്കെ തന്നെ ജനാധിപത്യവാദികളൊക്കെ തന്നെ എന്തോ ഇതൊരു വലിയ കുഴപ്പമാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ചെയ്തത്. ഇപ്പം അടുത്ത ലാസ്റ്റ് ഛത്തീസ്ഗഡിലുണ്ടായ സംഭവത്തിൽ പോലും ഒരാൾ പോലും മതപരിവർത്തനം എന്നൊരാശയം അതൊരു ജനാധിപത്യ സാമൂഹ്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടായി വന്ന സംഭവമാണ്. ആ രീതിയിൽ നമുക്ക് ഇപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഒരാൾക്ക് മതം മാറാൻ പാടില്ല എന്ന് നമ്മളിപ്പോഴും ചിന്തിക്കുന്നു. മതമാറ്റം എന്ന് പറയുന്നത് തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, തൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, തനിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു ആശയഗതി ഇന്ത്യയിലെ സെക്കുലർ പ്രസ്ഥാനങ്ങൾക്കോ സെക്കുലർ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ആ രീതിയിൽ അതിന് ചരിത്രത്തിൽ തന്നെ നിരവധി മതപരിവർത്തനത്തിൻ്റെ ചരിത്രം തന്നെ എടുത്തു നോക്കുമ്പോൾ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഗാന്ധിയുടെ മകനെ തന്നെ മുസ്ലിമാക്കിയിട്ടുള്ള രാംദാസ് ആദ്യം മുസ്ലിമാവുകയും പിന്നീട് അമ്മയ്ക്കും അച്ഛനും അന്ത്യകർമ്മങ്ങൾ ചെയ്യാനായിട്ട് മറ്റു മക്കളില്ലാത്തതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഹിന്ദു ആവുകയും വീണ്ടും അംബേദ്കറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ബുദ്ധമതത്തിൽ ചേരുകയും ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ. ഇതൊക്കെ തന്നെ സാധ്യമാക്കുന്നത് അത്തരത്തിൽ രാമദാസ് അബ്ദുള്ളയായി മാറുന്നതും ഒക്കെ ഉണ്ടാവുന്നത് ചരിത്രപരമായ അല്ലെങ്കിൽ സാമൂഹ്യമായ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിത്തീർന്നതാണ് ഇന്ത്യയിലെ മതപരിവർത്തനത്തിൻ്റെതായ ചരിത്രം എന്ന് നമുക്ക് അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണെന്ന് ഇപ്പോഴും നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് സെക്കുലറിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഇന്ത്യൻ ഒറിജിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെക്കുലറിസത്തെ ആ രീതിയിൽ ഒരു ഫ്യൂഡൽ സമൂഹത്തിൽ നിന്ന് ജനാധിപത്യ സമൂഹത്തിലേക്കുള്ള പരിവർത്തനത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിന് മതപരമായിട്ടുള്ള അതിൻ്റെ എല്ലാ തരത്തിലുള്ള നിരങ്കുശതകളിൽ നിന്നും ഉള്ള ഒരു മോചനമായിട്ടാണ് സെക്കുലറിസം എന്ന ആശയത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അതിൻ്റെ ഒരു തർജ്ജമയാണ് കുറേ കൂടി നമ്മുടെ കേരളത്തിലടക്കം നമ്മളെ കുഴപ്പത്തിലാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഇന്ന് വളർന്നു വരുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുന്നതിന് വളരെ വിശാലമായ ഒരു ജനാധിപത്യ കൂട്ടായ്മ ആവശ്യമാണ്. 2014 അനുഭവത്തിൽ നിന്ന് നമ്മളത് പഠിച്ചില്ല, 2019 അനുഭവത്തിൽ നിന്നും പഠിച്ചില്ല, 2024 അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നില്ല എന്നാണ് ഇന്നത്തെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സെക്കുലറായിട്ടുള്ള ഇന്ത്യയെ അതിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ടിറണി ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്ന ഭൂതകാല മർദ്ദനത്തിൽ നിന്ന്
ഈ ഇന്ത്യയിലെ ജനങ്ങളെ മോചിപ്പിക്കുന്നതിന് അതിവിപുലമായ ഒരു സാംസ്കാരിക പദ്ധതി ആവശ്യമാണ്. അത്തരത്തിലുള്ളൊരു സാംസ്കാരിക അജണ്ട നമുക്ക് ആവശ്യമാണ്. കേരളത്തിലടക്കം അത്തരത്തിൽ ഇന്ന് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുള്ള ബില്ലിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര കണക്ഷൻ ഇല്ലെങ്കിലും അന്ധവിശ്വാസത്തിന് അനാചാരത്തിനെതിരെ പോരാട്ടത്തിൽ അന്ധവിശ്വാസ ബില്ല്, ഈ ചൂഷണത്തിനെതിരായിട്ടുള്ള ബില്ല് പരിഗണിക്കുന്നതിൽ നിന്ന് കേരള സർക്കാർ അടക്കം മാറി നിൽക്കുന്നു എന്നുള്ളത് ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ഏതാണ്ട് മാതൃകാപരമായിട്ടുള്ള ബില്ലുകളുണ്ട്. കർണാടകത്തിലുണ്ട്, ബോംബെയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കേരളത്തിൽ പോലും നമ്മൾ അത്തരം കാര്യങ്ങളിൽ അറച്ചു നിൽക്കുന്നു. ഇപ്പോഴും നമ്മൾ രാഷ്ട്രീയക്കാരെ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം. പക്ഷെ നമ്മൾ സാമൂഹ്യ വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് മതപരമായ വിമർശനത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ മതം രാഷ്ട്രീയത്തെക്കാൾ അങ്ങേയറ്റം ഏത് മേഖലയിലെടുത്തുള്ള മതപരമായ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ്, മതപരമായ ആചാരങ്ങളിലുള്ള അങ്ങേയറ്റത്തെ ജീർണത, അവരുടെ പുരോഹിതന്മാരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ജീർണത, അങ്ങേയറ്റത്തിലുള്ള ജനാധിപത്യപരമായ നിഷേധം, അഴിമതി നിറഞ്ഞിട്ടുള്ള ഒരു ധൂർത്തിൻ്റേതായ സമീപനം, ഇതൊക്കെ തന്നെ നമ്മുടെ പൗരോഹിത്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പുരോഹിത സമൂഹത്തെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഏത് സമൂഹത്തിലും അങ്ങേയറ്റം സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കാലത്തും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മതപരമായ വിമർശനം സാമൂഹ്യ വിമർശനത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ കുറവാണ്. കേരളം എത്രമാത്രം പ്രബുദ്ധമാണെന്ന് പറഞ്ഞാലും, കേരളത്തിലെ രാഷ്ട്രീയം, ജനാധിപത്യ രാഷ്ട്രീയം എത്രമാത്രം പ്രബുദ്ധമാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള ശരിയായ വിമർശനങ്ങൾ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ പോരായ്മ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മതനിരപേക്ഷതയെക്കുറിച്ച്, സെക്കുലറിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ചില വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. വിശാലമായ അടിസ്ഥാനത്തിലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തെ അതിൻ്റെ ആധുനികമായ രാഷ്ട്രീയ സാമൂഹ്യ മൂല്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അജണ്ട, ഒരു സാംസ്കാരിക അജണ്ട നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയേണ്ടത്. കേരളത്തിൽ ഇത്ര കാലമായിട്ടും ഒരു ശരിയായിട്ടുള്ള ഒരു സാംസ്കാരിക നയം പോലും നമുക്കുണ്ടായിട്ടില്ല. മതനിരപേക്ഷ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ കേരളത്തിലെ ഗവൺമെൻറ് ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾക്കൊക്കെ മുമ്പിലാണ്, യാതൊരു തർക്കമില്ല. കേരളത്തിലെ ഗവൺമെൻറ് തന്നെയാണ് പല കാര്യങ്ങളിലും പ്രതീക്ഷ. പക്ഷേ കേരളത്തിൽ അത്തരത്തിലുള്ളൊരു സാംസ്കാരിക അജണ്ട നമുക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോയിരിക്കുന്നു. ഒരു സാംസ്കാരിക നയം, ഈ മതനിരപേക്ഷ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു സാംസ്കാരിക നയം നമുക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോയിരിക്കുന്നു. അതുണ്ടാക്കാതെ നമുക്ക് കേരളത്തെ, ഇന്ത്യയെ യാതൊരു തരത്തിലും മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സാംസ്കാരിക ദേശീയതയുടെ ഭീഷണിയെ ചെറുക്കണമെങ്കിൽ കൃത്യമായിട്ട് സാംസ്കാരികമായ ഇടപെടലല്ല, സംസ്കാരത്തിലുള്ള ഇടപെടലിനുള്ള പദ്ധതികൾ ഉണ്ടാക്കുകയും തീർച്ചയായിട്ടും വരുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കണം ഒരു പഞ്ചായത്ത് സെക്കുലർ കൾച്ചറിനെ ഡിസൈൻ ചെയ്തേണ്ടത്? ആ രീതിയിലുള്ള ആലോചനകളിലേക്ക് കേരളത്തിലെ ജനാധിപത്യവാദികൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ മതേതരത്വത്തിൻ്റെ ഇന്ത്യൻ സന്ദർഭം എന്നതായിരുന്നു നമ്മുടെ വിഷയം. പക്ഷേ കൃത്യമായി തന്നെ മതേതരത്വത്തിൻ്റെ ഇന്ത്യൻ സന്ദർഭത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ പി എൻ ഗോപികൃഷ്ണൻ മാഷ് ഇവിടെ വരേണ്ടതായിരുന്നു. മാഷുടെ ടൈറ്റിൽ കടമെടുത്താൽ അതിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. വ്യാജ ഹിന്ദുത്വ നിർമ്മിതിയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഞാൻ എൻ്റെ SSLC ബുക്കിനെ കുറിച്ച് ആലോചിച്ചു. ഹിന്ദു, അതിൻ്റെ അടുത്തൊരു സംഗതി കൂടിയുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ നാട്ടിലേക്ക് ചെല്ലുന്ന അവസരത്തിൽ നിലനിൽക്കാത്തൊരു കാര്യമാണ് ഹിന്ദു. പക്ഷെ അതിൻ്റെ അപ്പുറമുള്ള കാര്യം ഇപ്പോഴും ഇന്ന് വർത്തമാന കേരളത്തിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നു. ഓരോ ജാതിയും എടുത്ത് പരിശോധിച്ചാൽ അത് ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ കൃത്യമാണ്. അത് സർവകലാശാലകളിലായാലും കല്യാണപ്പന്തലുകളിലായാലും എവിടെയായാലും ഉമാ ചക്രവർത്തി പറഞ്ഞതുപോലെ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി എന്നുള്ള രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊളോണിയൽ ചരിത്ര രചന ഉണ്ടാക്കിയതാണ്. ബുദ്ധമതക്കാരെ
അല്ലെങ്കിൽ ജൈനമതക്കാരെ, വിവിധ ജാതിയിൽപ്പെട്ട ആളുകളെ ഒക്കെ ചേർത്ത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കി അല്ലെ ഹിന്ദു മതമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ദൈനംദിന ജീവിതത്തിൽ അതില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് വൈ ആം നോട്ട് എ ഹിന്ദു എന്ന് പറയേണ്ടി വന്നത്. ഇവിടെ സൂചിപ്പിച്ച എല്ലാ ആളുകളും തന്നെ ഈ മൂർത്തമായ സാഹചര്യത്തെ സ്പർശിച്ചുകൊണ്ടാണ് അവരുടെ അവതരണം നടത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇന്ത്യയിൽ രാഷ്ട്രീയമായ മുന്നണിയെക്കുറിച്ചിട്ടുള്ള ആലോചനകൾ വളരെ സജീവമായി അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ട്. എങ്കിൽ കൂടി ആധുനികത, മതേതരത്വം എന്നുള്ള ആശയം ഉണ്ടാകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു സങ്കല്പനമാണ് ആധുനികത എന്നുള്ളത്. ഇപ്പോൾ സർവകലാശാലകളായാലും കലാലയങ്ങളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും സാഹിത്യ അക്കാദമി ആയാലും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ആയാലും ഒക്കെ തന്നെ മതേതരത്വം എന്നുള്ള ആശയം ഇന്ത്യയിൽ നിലനിന്നാൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഒരു 2-3 മിനിറ്റിനകത്ത് എല്ലാവരും തന്നെ ഒരു സാംസ്കാരിക മുന്നണി, ഒരു മതേതര മുന്നണി എന്നുള്ള ആശയത്തെക്കുറിച്ചിട്ടുള്ള സങ്കല്പനം പങ്കുവച്ചാൽ നന്നായിരുന്നു. ഒരു 2-3 മിനിറ്റിനകം പോക്രമാഷ് ആദ്യം സംസാരിക്കും. മതേതര മുന്നണി എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ KT സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട, വ്യത്യസ്ത വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളിൽപ്പെട്ട മനുഷ്യരും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും എല്ലാം കൂടി സഹവർത്തിത്വം സാധ്യമാകുന്ന ഒരു ബഹുസ്വര ജനാധിപത്യ സംവിധാനം എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പറയുമ്പം പോലും നമ്മൾ ഇന്ന് നേരിടുന്ന ഒരു വെല്ലുവിളി എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ, നമ്മളെ പോലീസിങ് ഉൾപ്പെടെ, നമ്മുടെ ദേശ വിരുദ്ധ ദേശപക്ഷ വിഭജനങ്ങൾ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ ആളുകളുടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഒരു ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഈ ആശയാധികാര വ്യവസ്ഥയിലെ മുഖ്യമായ ധാരയെ അല്ലെങ്കിൽ അതിൻ്റെ അച്ചുതണ്ടിനെ വിമർശിക്കുന്നവരൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ തടവിലാക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് ഇന്ത്യ രാജ്യത്ത്. അതിപ്പം എവിടെയും നടക്കാവുന്നതാണ്, ഏത് സമയത്തും നടക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗതയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുകയാണ്. ആളുകളെ ചാപ്പ കുത്തുക, ആ ചാപ്പ കുത്തപ്പെട്ട, ഇപ്പോൾ ഈ ജയിലിൽ നിന്ന് പോലും മുസോളിനിക്ക് നോവൽ എഴുതാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നോവലിന് പെർമിഷൻ കിട്ടാതെ കേരളത്തിൽ ഒരാൾ തടവറയിൽ കഴിയുന്നുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ മൂർത്തമായ സാഹചര്യം സംസ്കാരത്തിൽ ഇടപെടൽ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തിനകത്ത് ഇന്ത്യ ഗവൺമെൻറ് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവില്ല. അപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളത് വളരെ ചോദ്യമാണ്. നമ്മൾ അയൽക്കാരനുമായുള്ള സൗഹൃദവും സഹവർത്തിത്വവും പുലർത്തുമ്പോൾ തന്നെ അയാളെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ, എന്നോട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹണി ബാബുവിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവരുടെ വീട് റെയ്ഡ് ചെയ്യുമ്പം വിളിച്ചു പറഞ്ഞ സുഹൃത്ത്, ഞാൻ അവിടെ പോയപ്പോൾ അതിനെക്കുറിച്ചൊരു അക്ഷരം പറയുന്നില്ല, കാരണം അവിടുത്തെ ചുമരുകൾക്ക് പോലും ചെവിയുണ്ട് എന്ന് അയാൾക്കറിയാം. അപ്പോൾ ഒരു ഹണി ബാബു തടവിലാക്കപ്പെടുന്നതോടുകൂടി, ഒരു ഹണി ബാബു മാത്രമല്ല തടവിലാക്കപ്പെടുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ അധ്യാപകരുമാണ് തടവിലാക്കപ്പെടുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ പറയുന്ന ബഹുസ്വരതയെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ തന്നെ എത്രമാത്രം ഫലപ്രാപ്തിയിലെത്തുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ എനിക്ക് ഉണ്ട്. തീർച്ചയായും അതുകൊണ്ട് നമ്മൾ നിരാശയിൽ വഴുതി വീഴണമെന്നല്ല പറയുന്നത്. തീർച്ചയായും സംവാദങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ അതിരുകളില്ലാത്ത സംവാദങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഇതുപോലുള്ള സദസ്സുകൾ ഉണ്ടാക്കുക എന്നുള്ളത് പല രീതിയിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വായനശാലകളിലും, റോഡിലൊക്കെ കടന്നു പോകുമ്പോൾ വായനശാല ധാരകളുണ്ട്, പക്ഷേ അവിടെ ആളുകളില്ല, അതൊക്കെ പലതും പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എങ്ങനെ നമുക്ക് നേരത്തെ ഇവിടെ ഡേവിസ് സൂചിപ്പിച്ചതുപോലെ
നമുക്കൊരു സാംസ്കാരിക അജണ്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത് സർക്കാർ തലത്തിലും താഴെത്തട്ടിൽ നിന്ന് ജനങ്ങളുടെ തലത്തിൽ നിന്നും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ അയാളെ അപരവൽക്കരിക്കുന്ന, വസ്ത്രത്തിൻ്റെ പേരിൽ അപരവൽക്കരിക്കുന്ന, ഭാഷയുടെ പേരിൽ അപരവൽക്കരിക്കപ്പെടുന്ന ഇന്ത്യൻ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം എന്ന് നമുക്കിന്ന് സത്യസന്ധമായി അവകാശപ്പെടാൻ കഴിയുമോ എന്ന് ന്യായമായി നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഒറ്റ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ എൻ്റെ ഒരു ചരിത്രാധ്യാപകനായ സുഹൃത്തിനോട് നമ്മൾ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ശേഷിപ്പിക്കാത്ത ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഒരു യാദൃശ്ചികമായി ഞങ്ങൾ രണ്ടുപേരും ഒരു അക്കാദമിക് സദസ്സിലിരിക്കുമ്പോൾ ഞങ്ങൾ സദസ്സിൽ നിന്ന് പങ്കുവെച്ചാണ്. ഉടനെ ആ സുഹൃത്ത് എന്നോട് മറുപടി പറയുന്നത്, ഇവിടെ അതിന് മന്തിയല്ലേ വേണ്ടത് എന്നാണ്. അപ്പോൾ മന്തിയും വാസ്തവത്തിൽ ഈ നമ്മൾ ചരിത്രപരമായ സംഗതികളൊന്നും സൂക്ഷിക്കാത്തതും പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലോ, ഇപ്പോൾ വിയറ്റ്നാമിൽ പോയി കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഒറ്റൊരു മ്യൂസിയം മതി ആളുകൾക്ക് അവരുടെ ദേശത്തെക്കുറിച്ചും ഉള്ള ബോധം മാത്രമല്ല സാമ്രാജ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാവാൻ. നിങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിലെ ഈ വാർ മ്യൂസിയം മാത്രം കണ്ടാൽ മതി. അങ്ങനെ അവിടെ നമ്മൾ ഈ കേരളവും ഇന്ത്യയും ബുദ്ധൻ്റെ നാടാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധ പ്രതിമകളും ബുദ്ധൻ്റെ സ്തൂപങ്ങളും കാണുന്നത് വിയറ്റ്നാമിൽ പോകുമ്പോഴാണ്. ഇങ്ങേയറ്റം ചൈനയിൽ ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന ചൈനയിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രം ജെയ്ഡ് ബുദ്ധ ക്ഷേത്രം ഷാങ്ഹായിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഉടനെ മറുപടി പറയുന്നത് ഈ മന്തിയെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം സെക്കുലറിസ്റ്റ് ആണെന്ന് എനിക്ക് സംശയമില്ല, അയാൾ RSS വിരുദ്ധനാണെന്ന് എനിക്ക് സംശയമില്ല. പക്ഷേ ഈ രീതിയിൽ അപരവൽക്കരണത്തിൻ്റെ യുക്തി എത്ര വേഗമാണ് നമ്മുടെ സമൂഹ മനസാക്ഷിയിലേക്ക് പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്, അത് സ്വീകരിക്കപ്പെടുന്നത്. ഇത് ചർച്ച ചെയ്യാതെ തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള കാലത്ത് സഹവർത്തിത്വം എന്നുള്ളത് സൗഹാർദ്ദപരമായി സ്നേഹപരമായി കാരുണ്യപരമായി പരിവർത്തിക്കപ്പെടാൻ എത്രമാത്രം കഴിയുമെന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ഇത് എൻ്റെ ഇടപെടൽ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഹിന്ദുത്വം ഒരു ഇന്ത്യൻ ഫാസിസ്റ്റ് അവസ്ഥയാണ്. RSS അതിൻ്റെ ഒരു കാലാൾപ്പടയാണ്. ആ ഒരു രാഷ്ട്രീയമായ തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. ഹിന്ദുത്വത്തെ രാഷ്ട്രീയമായി മാത്രം നമുക്ക് നേരിടാൻ പറ്റില്ല. ഹിന്ദുത്വം പ്രത്യയശാസ്ത്രപരമായി ഇന്ത്യൻ പൊതുബോധത്തെ നിർണ്ണയിക്കുന്ന വളരെ അപകടകരമായ അശ്ലീലകരമായ ഒരു സാമൂഹ്യ സന്ദർഭത്തിലാണ് നമ്മൾ ഈ സെക്കുലറിസത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഇടപെടലും പ്രത്യയശാസ്ത്രപരമായ ഇടപെടലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂരിപക്ഷതാവാദമാണ്, മെജോറിറ്റനിസമാണ്. ഇന്ത്യയിൽ ഭൂരിപക്ഷ ജനത ഹിന്ദുക്കളാണെന്നും ഹിന്ദുക്കൾ ഒന്നിക്കണം, ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ ഒരു വിദ്യ എന്താണ് മാഷി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രു. മുസ്ലിമായിരിക്കുന്നത് ഇപ്പോൾ മീൻ കാഫൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒന്നുണ്ടല്ലോ, ഒരു ജൂതനെ ദൂരെ നിന്ന് അയാൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം അയാൾ ചപ്രത്തലയനാണ്, പല്ല് തേക്കാത്തവനാണ്, കുളിക്കാത്തവനാണ്, ഒരു പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലുള്ള ആളാണ് എന്നാണ് ഹിറ്റ്ലർ പറഞ്ഞത്. ഇതിന് സമാനമായ രീതിയിലുള്ള അപരത്വ നിർമ്മിതിയുടെ അങ്ങേയറ്റം വിദ്വേഷപൂർണമായ നീക്കങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കായ സംഘപരിവാർ സംഘടനകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുവഴി എന്താണ്, നമ്മൾ ഹിന്ദുക്കൾ കുറച്ച് ശ്രേഷ്ഠരാണ്, അവിടെ എന്താണ് വിശാല ഹിന്ദുവിൻ്റെതായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. ഈ വെള്ളപ്പള്ളി നടേശൻ്റെയൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ പതപ്പിക്കലുണ്ടല്ലോ, ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് ഈ മെജോറിറ്റനിസത്തിനെതിരായിട്ട് നമ്മളങ്ങനെ ഹിന്ദുക്കൾ ഒരു ജനതയല്ല. ഇവിടെ സോണിയ സൂചിപ്പിച്ചതുപോലെ പലരും വിശകലനം ചെയ്തിട്ടുള്ളതുപോലെ നമ്മൾ പല ജാതികളാണ്. നമ്മുടെ കാനേഷ്മാരി കമ്മീഷണറുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോയാൽ കാണും, 2011 ജനസംഖ്യ സെൻസസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് കാനേഷ്മാരി കമ്മീഷണർ പറയുന്ന ഇന്ത്യയിൽ 7 മതങ്ങളുണ്ട്, അതിൽ ഭൂരിപക്ഷ മതം ഹിന്ദുക്കളാണ്. ഹിന്ദു എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു മതമാണെന്ന് ഞാനോ പോക്കർമാഷോ ഡേവിസോ സോണിയോ എന്നല്ല പറയുന്നത്, ഇന്ത്യയുടെ ഔദ്യോഗിക സെൻസസ് കമ്മീഷണറാണ് പറയുന്നത്. വിചിത്രമായൊരു മതമാണ്. ആ മതത്തിൽ ആയിരക്കണക്കായ ജാതികൾ, ഉപജാതികളുണ്ട്. ഈ ഉപജാതികളുടെയൊക്കെ പ്രശ്നം എന്താണ്? നമ്മൾ ഒരു 2 തരത്തിലാണ് മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത്. ഒന്ന് എന്താണ്, നമുക്ക് ജീവിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം, അതാണ് നമ്മുടെ സാമ്പത്തിക രംഗത്ത് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മുടെ വംശത്തിൻ്റെ ഒരു അനുശൂതി തുടച്ചു നിർത്തണം. അതിനുവേണ്ടി നമ്മൾ പ്രത്യുൽപാദന ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ പ്രത്യുൽപാദന ബന്ധങ്ങളിൽ ഇണയെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ മതം ഏതാണ് എന്ന ചോദ്യം വരുന്നത്. ഏതെങ്കിലും ഒരു ഹിന്ദു മാതൃഭൂമിയിലും കേരള കൗമുദിയിലും മനോരമയിലും ഒക്കെ വരുന്ന മാട്രിമോണിയൽ പരസ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവായ 30 വയസ്സുള്ള LD ക്ലർക്കായ വെളുത്ത് സുന്ദരനായ ചെറുപ്പക്കാരന്
ഹിന്ദുവായ ഒരു യുവതിയെ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. ഒന്നുകിൽ നായറായിരിക്കും, നായറിൽ തന്നെ എന്തെല്ലാം അവാന്തരങ്ങളാണ്. ഒന്നുകിൽ ഈഴവനായിരിക്കും. ദളിതരുടെ പരസ്യമൊന്നും ഈ മാട്രിമോണിയൽ കോളത്തിൽ വരാറുമില്ല. അപ്പോൾ ഹിന്ദു എന്ന് പറയുന്നൊരു മതമില്ല. ഹിന്ദു എന്നത് ജെയിംസ് മില്യൻ തൊട്ടുള്ള ഓറിയൻ്റലിസ്റ്റുകളായ യൂറോപ്യൻ പണ്ഡിതരുണ്ടാക്കിയ സാമ്രാജ്യത്വ മതമാണ്, കൊളോണിയൽ മതമാണ്. അത് ഇന്ത്യയിലെ ബ്രാഹ്മണ്യവും കൊളോണിയലിസവും തമ്മിലുള്ള ഏറ്റവും ഭീകരമായ ഒരു കൂടിച്ചേരലിൻ്റെ, ഒരു സംയോജനത്തിൻ്റെ ഉൽപ്പന്നമാണ് ഹിന്ദുമതമെന്ന് നമ്മൾ കാണണം. അത് ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രമാണ്. ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഞാൻ ഇവിടെ ഒരു സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുണ്ടൂരിൽ യജ്ഞം നടക്കുന്ന സമയത്ത് യജ്ഞപുനരുജ്ജീവനം ഉൾപ്പെടെയുള്ള വിദൂര ഭൂതകാലത്തിലെ അശ്ലീലകരവും മനുഷ്യത്വരഹിതവുമായ നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. 84-ൽ മഴയുണ്ടായിരുന്നില്ല, പവർ കട്ട്, ലോഡ് ഷെഡിങ്, ഈ ടേമുകളൊക്കെ നമ്മൾ കേട്ടു തുടങ്ങുന്ന അപ്പോഴാണ് എന്ത്? മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി യാഗം. എയർക്കര ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താ? അത് എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് RSSൻ്റെ മാധവജി എന്ന് RSSകാർ വിളിക്കുന്ന മാധവൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങിച്ച് പ്രവർത്തിച്ചൊരു സ്ഥാപനമാണ്. ഇന്ത്യയുടെ ആർഷപാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ആ ഫൗണ്ടേഷൻ്റെ ഉത്തരവാദിത്വം. ശ്രൗതശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഡേവിസെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. കേരളത്തിലൊരു ശ്രൗതശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? അക്കിത്തൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മരിക്കുന്നവരെ അതിൻ്റെ ഏക പാറ്റേൺ അക്കിത്തൻ മഹാകവിയായിരുന്നു. RSSൻ്റെ കീഴിലാണ് അത് ചെയ്യുന്ന. നൂറുകണക്കിന് മന്ത്രവാദം പഠിപ്പിക്കുന്ന സ്കൂളുകൾ, ജ്യോതിഷം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇതെല്ലാം നമ്മുടെ രാജ്യത്തുണ്ട്. ഇങ്ങനെ ഹിന്ദു എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു മതത്തെ വിചിത്രമായ വേദകാലത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട്, റിവൈവ് ചെയ്തുകൊണ്ട് ഒരു ഹിന്ദു മതബോധത്തിലേക്ക് വരികയാണ്. അവിടെയാണ് ശാസ്ത്രം, യുക്തിബോധം, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അവിടെയാണ് ശാസ്ത്ര സംഘടനകളുടെ, ലൈബ്രറി പ്രവർത്തനങ്ങളുടെ, ഇത്തരം അക്കാദമികളുടെയൊക്കെ തന്നെ മുൻകൈയുടെ പ്രശ്നം വരുന്നത്. ഈ പൊതുബോധത്തെ എങ്ങനെ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ കേരള സമൂഹത്തിലടക്കം ഹിന്ദു ഒരു പൊതുബോധമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഈ പൊതുബോധത്തെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ കഴിയുക? അതിന് കഴിയണമെങ്കിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെയും നമ്മുടെ ചരിത്രത്തിൻ്റെയും ഒക്കെ പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ ഇടപെടലുകൾ നടത്താൻ കഴിയണം. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? കൗണ്ടർ ഹെജിമണിയായിട്ട് ഒരു പ്രത്യതീശത്വ ബോധം ഉണ്ടാക്കാനുള്ള ചരിത്രത്തിൻ്റെ തന്നെ നിർമ്മിതികളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ ചരിത്രത്തെ അപനിർമ്മിക്കുന്ന, അപകടകരമായ, അശ്ലീലകരമായ ഭൂതകാലത്തെ, അതിൻ്റെ ജീർണതകളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംസ്കാരത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം. അതിനാവശ്യമായിട്ടുള്ള സംഘടനാപരമായ സമീപനങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ എന്താണ്? രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു നയം ഉണ്ടാവണം. ആ നയം ഇവിടെ ഡേവിസ് സൂചിപ്പിച്ചതുപോലെ ഇല്ലാത്തൊരു സർക്കാരല്ല കേരള സർക്കാർ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അക്കാദമികളൊക്കെ മുമ്പില്ലാത്ത വിധത്തിൽ സാഹിത്യോത്സവങ്ങളൊക്കെ നടത്താനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. രാജ്യത്ത് നിരവധി സാഹിത്യോത്സവങ്ങൾ, ഇപ്പോൾ കോഴിക്കോട്ട് KLF ഉൾപ്പെടെയുള്ള സാഹിത്യോത്സവങ്ങൾക്ക് സർക്കാർ ഫണ്ട് നൽകുകയാണ്. സച്ചിദാനന്ദ മാഷ് തന്നെയാണ് അതിൻ്റെയും ഡയറക്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കൾച്ചറൽ ഇടപെടലുകൾ നമ്മൾ ഉണ്ട്. അതിനൊക്കെ അതിൻ്റെതായ പരിമിതികളുണ്ട് നമുക്കറിയാം. പക്ഷേ വിപുലമായ രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിയുന്ന, ജനങ്ങളെ ഇടപെടിക്കാൻ കഴിയുന്ന, സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളും സംഘടനകളും പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാനുള്ളൊരു കാര്യം, നേരത്തെ KT സൂചിപ്പിച്ച ഇൻഡോളജിസ്റ്റുകളുടെ കാര്യം പറഞ്ഞു. നമ്മുടെ 1835 മെക്കോളെ രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അതുപോലെ തന്നെ സദാചാരത്തിലും ബുദ്ധിയിലും ഒക്കെ തന്നെ ഇംഗ്ലീഷുകാരി നിർമ്മിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരുപാട് ഇൻഡോളജിസ്റ്റുകളെ എഴുന്നള്ളിക്കുകയുണ്ടായി. ആ കാലത്താണ് ഇന്ത്യയുടെ സംസ്കാരം വളരെ മഹത്താണെന്ന് ലോകം മുഴുവൻ കൊണ്ടുഘോഷിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജാതി വ്യവസ്ഥയുടെ അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യമായിട്ടുള്ള നിരങ്കുശമായിട്ടുള്ള പ്രവണതകളുടെ, അതിൻ്റെ പീഡനങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ജനതയുടെ ചരിത്രത്തെയൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ ഇൻഡോളജിസ്റ്റുകൾ ആ രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. അത് പിന്നീട് നമ്മുടെ എന്താ പറയുക, ഈ ഹിന്ദു മഹാസഭയെ പോലുള്ള അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയതയെ പോലുള്ള പ്രത്യയശാസ്ത്രകാരന്മാർക്ക് എന്തു ഗുണം ചെയ്തു എന്നും കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ അവരെ നേരിടുന്നതിന് വളരെ വിശാലമായിട്ടുള്ള ജനാധിപത്യ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സാംസ്കാരിക കൂട്ടായ്മ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ചരിത്രബോധത്തോടു കൂടിയിട്ട് കുറേ കൂടി നമ്മുടെ നവോത്ഥാന പാരമ്പര്യത്തെയൊക്കെ തന്നെ വളരെ പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനങ്ങളല്ല, കുറേ കൂടി സൂക്ഷ്മതലത്തിലുള്ള വിശകലനങ്ങളോട് കൂടിയേ കഴിയുള്ളൂ. അതുകൊണ്ട് അതിവിപുലമായിട്ടുള്ളൊരു ജനാധിപത്യ ബോധവൽക്കരണ പരിപാടി
അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ബോധവൽക്കരണ പരിപാടി ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികൾ ആരംഭിക്കണം, നമ്മുടെ സാക്ഷരതാ മൂവ്മെൻറ്റ് പോലെയൊക്കെ തന്നെ അതിവിശാലമായിട്ടുള്ളൊരു സാംസ്കാരിക പാഠാവലി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഈ രംഗത്ത് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള അതിവിശാലമായിട്ടുള്ളൊരു ജനാധിപത്യ പദ്ധതി ഉണ്ടാകണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. നമുക്ക് ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. എല്ലാവരും തന്നെ സെക്കുലർ ആക്ടിവിസ്റ്റുകളായി മാറുക എന്നത് തന്നെയാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പേഴ്സണലി ഈസ് പൊളിറ്റിക്കൽ എന്നുള്ളത് അവരുടെ ആപ്തവാക്യമായി പറഞ്ഞിരുന്നു. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സെക്കുലറിസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രവൃത്തിയാരായി മാറുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വഴി. ഏതായാലും നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഈ ചർച്ച പൂർണ്ണമാകുന്നത്. 10 മിനിറ്റ് ഉണ്ട്, അതിനുള്ളിൽ 2-3 ആളുകൾക്ക് പ്രതികരിക്കാവുന്ന. കേട്ടി നമ്മളൊക്കെ അറിയേണ്ടതാണ്, എന്നാലും പറയണം. ഒരുപാട് കാലത്തെ പരിചയമുണ്ടല്ലോ. നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത് ഇന്ത്യയിൽ ഫാസിസം ഇല്ല എന്ന് പറഞ്ഞത്. മുൻ ജനറൽ സെക്രട്ടറി, പേര് പറയണില്ല, അറിയാലോ. പിന്നെ നമ്മളെങ്ങനെയാണ് ഈ സെക്കുലർ ഈ ഫാസിസത്തിനെ നേരിടുക? ഹിന്ദുത്വ എന്ന് പറയുന്ന ഫാസിസ്റ്റുകളെ സോഫ്റ്റായിട്ട് ഒരു സോഫ്റ്റായിട്ട്, അതായത് ഒരു സോഫ്റ്റ് ഒരു സെക്കുലറിസം അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ അതിനെ ഹിന്ദുത്വത്തിന് വേറൊരു രീതിയിലാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്. അതിനെങ്ങനെ ഈ സോഫ്റ്റ് ഹിന്ദുസം എന്ന് പറയുന്ന മൃദു ഹിന്ദുത്വം എന്ന് എങ്ങനെയാണ് അതിനെ നേരിടാൻ പറ്റുക എന്നാണ് എൻ്റെ 2 ചോദ്യം. ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ പറയുന്ന ബദൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പോക്കർ മാഷ് പറഞ്ഞ മാതിരി നോവൽ എഴുതാൻ പറ്റാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ നാട്. ജയിലിൽ കിടക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും കൂടി പറ്റാത്ത ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാവോയിസ്റ്റ് ആവും. അതുകൊണ്ട് ഈ 2 ചോദ്യമാണ് എൻ്റെ ചോദ്യം. നന്ദി. ജയവിസാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഇവിടെ ഉന്നയിച്ച ചോദ്യം ഇന്ത്യൻ ഭരണകൂട ഘടനയെ സംബന്ധിച്ച CPMൻ്റെ വിലയിരുത്തലാണ്. അത് മുൻ ജനറൽ സെക്രട്ടറിയുടെ വിലയിരുത്തലൊന്നുമല്ല, അത് CPMൻ്റെ ഔദ്യോഗിക വിലയിരുത്തലാണ്. ഇന്ത്യൻ ഭരണകൂട ഘടന നമ്മളൊരു ഫാസിസ്റ്റ് വ്യവസ്ഥയിലേക്ക് സമ്പൂർണ്ണമായി എത്തിയില്ല. എന്നാൽ ഫാസിസ്റ്റ് അധികാര ഭീഷണിയിലാണ് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം. ആ ഭീഷണിയെ CPMൻ്റെ ഏറ്റവും ഒടുവിലത്തെ പാർട്ടി കോൺഗ്രസ് നിർവചിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഒരു നിയോ ഫാസിസ്റ്റ് പ്രവണതകളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യയിലെ ഹിന്ദുത്വ സംഘടനകൾ ഫാസിസ്റ്റ് സംഘടനകളാണ്. ഹിന്ദുത്വം എന്നത് ഇന്ത്യൻ ഫാസത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. RSS ഇന്ത്യൻ ഫാസത്തിൻ്റെ കാലാൾപ്പടയുമാണ്. ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഒരു ഭരണകൂട വ്യവസ്ഥയെ, ഒരു ക്രമത്തെ വിലയിരുത്തുന്നതും ഒരു സംഘടനയെ വിലയിരുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ എല്ലാ സ്തംഭങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാതാക്കി സമ്പൂർണ്ണമായ സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുന്നൊരു ഘട്ടമാണ് ഫാസിസം എന്ന് പറയുന്നത്. പക്ഷേ ആ ഫാസിസത്തിൻ്റെ ഭീഷണിക്ക് കീഴിലാണ് ഇന്ത്യ. പല തലങ്ങളിൽ നമ്മളെന്താണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ വലിയ രീതിയിലുള്ള വേട്ടയാടുകൾക്ക് വിധേയമാവുകയാണ്. സുഹൃത്ത് തെറ്റിദ്ധരിക്കരുത്, അത് മുൻ ജനറൽ സെക്രട്ടറിയുടെ പ്രശ്നമല്ല, CPMൻ്റെ പ്രശ്നമാണ്. ആ രീതിയിൽ തന്നെ നമുക്കത് വിശകലനം ചെയ്ത് പോകാം. പിന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്, അത് ഈ ഹലാലിനെ സംബന്ധിച്ചിടത്താണ്. അതൊരു ടെക്നിക്കൽ പ്രശ്നമാണ്. പോക്കർ മാഷ് മറുപടി പറയുന്നതായിരിക്കും നന്നാവുക. അല്ലാതെ ഈ ഹലാൽ എന്ന് പറയുന്ന ഈ മാംസം KT മാഷിന് ഹലാൽ മീറ്റ് എന്നാൽ മൗലവി മന്ത്രിച്ചൂതിയത് എന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായമുണ്ട്. ഹലാൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇസ്ലാം മതമായിട്ടും മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ലോകവ്യാപകമായി നിലനിൽക്കുന്ന ഒരു പദമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ചൈനയിലെ ബൈജിങ്ങിൽ ഹോട്ടലിൽ ഹലാൽ എന്നെഴുതുന്നതിന് പകരം നോൺ ഹലാൽ എന്ന് ഒരു പ്രത്യേക ഭക്ഷണത്തിൻ്റെ നേരെ എഴുതി വെച്ചാണ്. കാരണം അവിടെ ഒരു മതരഹിത ഭരണകൂടമാണ് നിലനിൽക്കുന്നത്. മതത്തിന് പ്രത്യേക പരിഗണനയും ആ അർത്ഥത്തിലില്ല. പക്ഷേ നോൺ ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഹലാൽ വേണ്ട ആളുകൾ അത് കഴിക്കണ്ടെന്നാണല്ലോ അതിൻ്റെ ഒരു മെസ്സേജ്. അത് ആനുഷികമായി ഇതോട് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. KT പറഞ്ഞതിൽ ഒരു ചെറിയ പെശകുണ്ട്. എന്താ വെച്ചാൽ മൊയിലിയാർക്കൊന്നും ഇതിലൊരു റോളും ഇല്ല. ഇപ്പോൾ ദുബായിൽ പോൾട്രിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇത് മുഴുവൻ ഈ മെഷീനാണ് ചെയ്യുന്നത്.
പക്ഷേ ഒരൊറ്റ ഒരു വ്യക്തി നിന്നിട്ടുണ്ടാവും ഇതിൻ്റെ അറ്റത്ത്. അയാൾ കട്ട് ചെയ്യുന്നത് ഈ ദൈവത്തിൻ്റെ നാമത്തിൽ കട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ആ കാലത്ത് ഈ പല രീതിയിലുള്ള അറവുകളും ഈ മൃഗവേട്ടകളും ഒക്കെ നടക്കുന്ന ഒരു കാലത്ത് ചരിത്രപരമായ അതിന് അപകരതനങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ അറുത്ത് മാത്രമേ തിന്നാൻ പാടുള്ളൂ, ദൈവത്തിൻ്റെ നാമത്തിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇത്രയും മെഷീനൈസേഷൻ വന്നിട്ടും ഈ മെക്കനൈസേഷൻ്റെ എല്ലാ സൗകര്യവും അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഈ പോൾട്രിയുടെ എൻഡിൽ ഒരാളിങ്ങനെ നിന്നിട്ട് അയാളിങ്ങനെ ഇത് ചൊല്ലി കട്ട് ചെയ്യും. ചൊല്ലുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും, അതായത് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ഈ നിർവഹിക്കുന്നു എന്നാണ്. അത് ഹലാലാണ് എന്ന വിശ്വാസം, അതൊരു വിശ്വാസം. അതൊന്നും നോക്കിയല്ല മിക്കവാറും വലിയ ശതമാനം ആളുകൾ ഫ്ലൈറ്റിലൊക്കെ കയറി കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ലേ മിക്കവാറും എല്ലാ വിഭാഗം ആളുകളും പോകുന്നത്. അതിൽ ഇൻസിസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒരാൾക്ക് വെജിറ്റേറിയനാവാം, നോൺ വെജിറ്റേറിയനാവാം, ഹലാലാവാം, നോൺ ഹലാലാവാം. അതിന് സ്വാതന്ത്ര്യം മിക്കവാറും ഇപ്പോൾ ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചോദ്യം EDയോട് മാത്രമായിട്ടല്ല, പാനലിസ്റ്റുകൾ 3 പേരിൽ ആർക്ക് വേണമെങ്കിലും പറയാം. ED പറഞ്ഞ ഒരു വിഷയത്തെ ചൊല്ലിയാണ്. ED പറഞ്ഞു മതേതരത്വം ഒരു കുടുക്കാണ്, കാരണം അതൊരു മതനിഷേധമാണ് എന്ന്. മതനിഷേധം അത്ര വലിയ കുടുക്കാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ ആ കുടുക്ക് ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചത് നാരായണ ഗുരുവാണ്. നാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഈ കുടുക്ക് കൃത്യമായി മനസ്സിലാക്കിയ ഒരേ ഒരു ശിക്ഷണേ ഉണ്ടായിരുന്നുള്ളൂ, അയ്യപ്പൻ. ആളുകൾക്ക് ഇത് മനസ്സിലായില്ല എന്നുണ്ടപ്പോൾ അയ്യപ്പൻ അത് കൃത്യമായിട്ട് വ്യക്തമാക്കി, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഗുരുവിൻ്റെ അടുത്ത് പരാതിയായി ചെന്നു, പാരഡി ഉണ്ടാക്കിയെന്ന്. ഗുരു പറഞ്ഞു, അയ്യപ്പൻ പറഞ്ഞാൽ എന്താ തെറ്റ്, അങ്ങനെയാകാം, ധർമ്മം വേണമെന്ന് പറഞ്ഞില്ല, അത് മതിയെന്ന്. ഈ ഒരവസ്ഥയിൽ ഈ മതത്തെ നിഷേധിക്കാനുള്ള നമ്മുടെ പേടി ഈ ഹിന്ദുത്വവാദികൾക്ക് വലിയൊരു ബലമല്ലേ? കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ ഗണേശോത്സവത്തെ ഉപയോഗിച്ച് തുടങ്ങിയ കാലം മുതൽ തുടങ്ങിയ ഒരു ഗതികേടായത്. ഇപ്പം കേരളത്തിൽ ഈ തൃശ്ശൂർ ഒരു പൈതൃക വിദ്യാലയമുണ്ട്. പൈതൃക വിദ്യാലയം എന്ന് പറഞ്ഞാൽ അതിന് ലക്ഷങ്ങൾ അനുവദിച്ചത് ഒരു ഇടതുപക്ഷ സർക്കാരാണ്. ആ മന്ത്രി മരിച്ചു പോയതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ആ പൈതൃക പഠന കേന്ദ്രത്തിലാകെ ചെയ്യുന്നത് ബ്രാഹ്മണരിൽ ഒരു വിഭാഗത്തിൻ്റെ, അതിനകത്ത് ഒത്തിരി ഉപജാതി വിഭാഗങ്ങളുണ്ട്, ഒത്തിരി ഗണിത വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗത്തിനെ പഠിപ്പിക്കുന്ന, അതിലൊരു വിഭാഗത്തിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അടച്ചിട്ട് 5 വയസ്സ് മുതൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തെ നമ്മൾ പൈതൃക പട്ടണമാക്കി. രണ്ടാമത് ഒരു പൈതൃക ഗ്രാമമുണ്ട് പാലക്കാട്. ഇത് പ്രഖ്യാപിച്ചതും ഒരു ഇടതുപക്ഷ സർക്കാർ തന്നെ. ഇത് എങ്ങനെയുള്ള ഒരു നിലപാടിൽ നമ്മൾ ഈ മതത്തെ പേടിച്ചു പോയാൽ എങ്ങനെ നിങ്ങൾക്ക് ഹിന്ദുത്വ വിരുദ്ധ നിലപാടിൻ്റെ അല്ലെങ്കിൽ മതേതരത്വ നിലപാടിൻ്റെ ഒരു മുന്നണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ED പറയും, ഞാനതിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ സെക്കുലറിസം എന്ന് പറയുന്നത് ഒരു കാരണവശാലും മതനിഷേധമില്ല. അത് ആളുകളുടെ തെറ്റായ ധാരണയാണ്. ഇന്ത്യയിൽ ഇത് അങ്ങനെ യൂറോപ്പിലും ആയിരുന്നില്ല. ഇപ്പം മൊണ്ടസ്ക്യൂനെ പോലുള്ള ഈ സെക്കുലറിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവന്ന പണ്ഡിതരൊക്കെ, ചിന്തകന്മാരൊക്കെ സെക്കുലം കൊണ്ടുവന്ന ആളുകളാണ്. അവരൊക്കെ നല്ല ദൈവവിശ്വാസികളായിരുന്നു, പള്ളിയിൽ പോയിരുന്ന ആളുകളായിരുന്നു. ഇവരാരും എന്താണ് ദൈവത്തെ നിഷേധിച്ച ആളുകളല്ല. അത് വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണ്. അത് രാഷ്ട്രത്തിൻ്റെ പൊതു പ്രശ്നമാക്കി മാറ്റാൻ പറ്റില്ല. രാഷ്ട്രത്തിന്, ഗവൺമെൻറ്റിന് മതം പാടില്ല, അത് സെക്കുലറായിരിക്കണം. എന്നാൽ വ്യക്തികൾക്ക് എന്താവാം, മതമാകാം. ഇതാണ് സെക്കുലറിസത്തിൻ്റെ അന്തസത്ത. ഇവിടെ RSSകാരും ഓറിയൻ്റലിസ്റ്റുകളും കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് യൂറോപ്പിൻ്റെ പശ്ചാത്തലമല്ല ഇന്ത്യയിൽ, അതുകൊണ്ട് ഇന്ത്യയിൽ ഈ സെക്കുലറിസം പാടില്ലെന്ന്. എല്ലാം യൂറോപ്യനാണെന്ന് പറഞ്ഞ് അവസാനം കമ്മ്യൂണിസത്തെ യൂറോപ്യനാണെന്ന് പറഞ്ഞിട്ടാണ് തള്ളുന്നത്. പാശ്ചാത്യമാണ്. മെക്കാളോയെ തള്ളുന്നു, ആധുനികമായ വിദ്യാഭ്യാസം തള്ളുന്നു, എല്ലാത്തിനെയും യൂറോപ്യനാണെന്ന് പറഞ്ഞ് തള്ളുന്നു. ഇതാണ് ഓറിയൻ്റലിസം. കിഴക്കിനെ ഭയങ്കരമായിട്ട് ആദർശവൽക്കരിച്ച് കിഴക്കിന് എന്തൊക്കെയോ സവിശേഷതയുണ്ട്. ഇവിടെ യൂറോപ്പിലെപ്പോഴുള്ള മതമല്ല. ഇവിടെ ബ്രാഹ്മണാധികാരമുണ്ട്. എത്ര നിർദ്ദയമായിരുന്നു, എത്ര സതി ഉൾപ്പെടെയുള്ള. യൂറോപ്പിൽ എന്താണ് ഈ മതക്കുറ്റ വിചാരണ ഉണ്ടായിരുന്നു. വിചാരണ പോലും ചെയ്യാതെ എന്താണ് സതി അനുഷ്ഠിക്കാൻ പെൺകുട്ടികൾ നിർബന്ധിതമായൊരു സമൂഹമാണ്. അപ്പം മതാധികാരത്തിൻ്റെ, ബ്രാഹ്മണാധികാരത്തിൻ്റെ നിഷ്ഠൂരതകളുള്ള യൂറോപ്പിനേക്കാൾ ഭീകരമായൊരു സമൂഹമായിരുന്നു. അതുകൊണ്ട് സെക്കുലറിസം ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന നെഹ്റുവിൻ്റെ ഏറ്റവും വിഖ്യാതമായ പുസ്തകം ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള ഒരു എത്തിനോട്ടം കൂടി ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചുകൊണ്ട് നെഹ്റു നടത്തുന്നത്. നെഹ്റു തന്നെ പറയുന്നുണ്ട്,
ഈ ലോക സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്പം വെള്ളം ചേർത്ത് സെക്കുലറിസമാണെന്നുള്ള വെള്ളം ചേർത്ത് എന്നുള്ള വാക്ക് തന്നെയാണ് നെഹ്റു ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇന്ത്യൻ സാഹചര്യത്തെ മനസ്സിലാക്കുന്നതിലാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വളരെ നിരീശ്വരവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദപരമായിട്ടുള്ള അത്തരം ചില നിലപാടുകളിലേക്ക് പോകുന്നതിൻ്റെ പ്രശ്നമാണ്. സെക്കുലം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടായത്. ആ സെക്കുലം എന്ന് പറയുന്ന വാക്കിന് ഈ ഇഹലോകപരമായ ഇത് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അതിങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. പ്രത്യേകിച്ച് പൗരോഹിത്യത്തിൻ്റെ അങ്ങേയറ്റത്തെ എന്താ പറയുക വ്യക്തിത്വ നിഷേധം ഓരോ വിശ്വാസികൾക്കും ഉണ്ടായ കാലത്താണ് അവിടെ അതുണ്ടായത്. ഇവിടെ അത്തരത്തിലല്ല വന്നത്. ഇതിൻ്റെ ഒരു ചരിത്രപരമായൊരു സാധ്യത കൂടി സമൂഹം ആധുനികമാകുന്നതിന് നമ്മളൊക്കെ തന്നെ എന്താ പറയുക ഈ യൂറോപ്യൻ ഈ സെക്കുലറിസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ അക്ബറിൻ്റെ സദസ്സിൽ, ഞാനത് പറയാതിരുന്ന വിദ്വൽ സദസ്സിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സൂഫികളും ഒക്കെ കൂടി ഇരുത്തിക്കൊണ്ട് സിഖുകാരെയൊക്കെ ഇരുത്തിക്കൊണ്ടുള്ള 2 മാസം കൂടുമ്പോഴുള്ള ഡയലോഗും അക്ബറിൻ്റെ ഹിന്ദു ആയിട്ടുള്ള ഭാര്യയ്ക്ക് അവിടുത്തെ പാലസിനകത്ത് ക്ഷേത്രം പണിത് കൊടുക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് സഹോദരൻ അയ്യപ്പൻ എന്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള വിപ്ലവകാരികളടക്കം തള്ളിക്കളഞ്ഞു പൊതുവ്യവഹാരത്തിൽ നിന്ന് ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ്. അല്ലാണ്ട് സഹോദരൻ അയ്യപ്പന് അങ്ങേയറ്റത്തെ ആദരവൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഒരു സമൂഹത്തിൽ നമ്മൾ 1-ാം ക്ലാസ്സിലെ കുട്ടിയോട് പറയുന്ന പോലെയാണ് ഇന്ത്യയിലെ പൗരനോട് പറയേണ്ടത്. അതുകൊണ്ട് നമുക്ക് ചില തയ്യാറെടുപ്പ് ആവശ്യമാണ്. രാഷ്ട്രീയ എന്താ പറയുക അടവിൻ്റെ ഭാഗമായിട്ട് അത് തന്നെയാണ് അതിനോടുള്ള സമീപനം. ഞാനൊരു എന്താ പറയുക മതവിശ്വാസിയുമല്ല. ഏതായാലും നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള മതേതരത്വം എന്നുള്ളത് ഭരണകൂടം തന്നെ കൈയൊഴിയുമെന്ന ഒരു ചരിത്ര സന്ദർഭത്തെ വളരെ വ്യക്തമായി മറന്നീക്കി കാണിക്കാൻ ഈ ചർച്ചയ്ക്ക് കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി.